കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരെല്ലാം വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റു പറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാനിനി പാപി അല്ല, ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് സമൃദ്ധി അനുഭവിക്കും. ദിവ്യാരോഗ്യത്തോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കും. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. കർത്താവ് നമ്മളെ ഊട്ടി ഉറപ്പിക്കുന്ന സമയമാണ്. വലിയ പ്രവൃത്തികളാൽ ദൈവം നിറയ്ക്കുന്ന സമയമാണ്. നമുക്ക് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. നന്ദിയോടെ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ടല്ലോ. തുടർമാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു. തുടർച്ചയായി ഇന്ന് സൂമിൽ അല്ലെങ്കിൽ പോലും യൂട്യൂബിലാണെങ്കിലും കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇന്നും കർത്താവ് നമ്മളെ സഹായിക്കും. വൻ കൃപകളാൽ സ്വർഗം നമ്മളെ നിറയ്ക്കും. വൻ കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തെടുക്കുവാൻ ഇടയായിത്തീരും. നമുക്ക് നന്ദിയോടെ ദൈവത്തെ വാഴ്ത്താം. ഈ സമയങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. ദിവസങ്ങളിൽ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. ആരും ഓർക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഇന്നലെ കേട്ട യൂട്യൂബിൽ കേട്ടത് ലോകത്തിന്റെ വെളിച്ചമാകും. നമ്മൾ ഉപ്പാകുന്നു. ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ആമേ. നമ്മൾ ഇന്നലെ കേട്ട് ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. രണ്ട്, നമ്മൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു അല്ലേ. അപ്പം നിങ്ങൾ മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ ശക്തിയുള്ളവരാണ്. പ്രാർത്ഥനയോടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. ദൈവം വൻ കൃപകളാൽ ദൈവം നമ്മളെ നിറയ്ക്കുന്നല്ലോ. ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ വ്യക്തികളെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. തുടർമാനമായിട്ട് നിങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മളെ സഹായിക്കുന്നല്ലോ. വൻ കൃപകളാൽ കർത്താവ് നമ്മളെ സഹായിക്കുന്നല്ലോ. നാളെയും നമുക്ക് സൂമിൽ പ്രാർത്ഥന കാണത്തില്ല. നാളെ നമുക്ക് യൂട്യൂബിൽ തന്നെ ആയിരിക്കും പ്രാർത്ഥന. നാളെ ഒരു ദിവസത്തേക്ക്. അത് കഴിഞ്ഞാൽ പിന്നീട് അത് റെഡിയായി വരും. കർത്താവ് നിങ്ങളെ എല്ലാ മേഖലയിലും സൂക്ഷിക്കട്ടെ. അതുകൂടാതെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മൾ അന്യഭാഷാ പ്രാർത്ഥന കുറച്ചും കൂടെ അങ്ങോട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി പോവാണ്. മറ്റൊന്നുമല്ല, നമ്മൾ ഈ ദിവസങ്ങളിൽ വരുന്ന മാസം UK ഒരു പ്രാർത്ഥന ക്രമീകരിക്കുന്നു. നിങ്ങൾ എല്ലാവരും കൂടെ വന്നിട്ട് പറയാൻ വേണ്ടി ഒന്നുകൂടെ ഞാനത് ഓർപ്പിക്കണമെന്ന് പറയാൻ വേണ്ടി തുടക്കത്തിൽ ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഈസ്റ്റാം എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് ലണ്ടന് തൊട്ടടുത്താണ്, വലിയ ദൂരമില്ല. ലണ്ടനിൽ നിന്ന് ഒരു എനിക്ക് തോന്നുന്നത് അരമണിക്കൂർ പോലും ഇല്ല. കഷ്ടി ട്രെയിനിലൊക്കെ ആണെങ്കിൽ അരമണിക്കൂർ പോലും ഇല്ല. ആ സ്ഥലത്ത് ഒരു പ്രാർത്ഥന ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഇത് ചോദിക്കാൻ കാരണം എനിക്ക് തോന്നുന്നത് ഇന്ത്യക്കാരുടെ അടുത്ത് മാത്രമല്ല, പല രാജ്യക്കാരും എൻ്റെ അകത്ത് പങ്കെടുക്കാൻ ഉള്ളൊരു പ്രാർത്ഥനയാണ്. നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ആത്മാക്കൾ വിടിവിക്കപ്പെടണം. അവിടെ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒത്തിരി തകർന്നവരാണ്, രോഗികളാണ്, ഒത്തിരി പ്രയാസപ്പെടുന്നവരാണ്, പല രാജ്യക്കാരാണ്, എന്താ പറയുന്നത്, അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ ആ കർത്താവ് സുവിശേഷം പറയാൻ ഏൽപ്പിച്ചത്. നമ്മൾ പ്രാർത്ഥിക്കുക അവർക്കൊന്നും തടസ്സം കൂടാതെ എത്തുവാനും ആ സമയത്ത് പിശാച് അവരുടെ ഹൃദയത്തെ കലക്കി ലോകത്തിലോട്ട് വലിച്ചുകൊണ്ട് പോകാതെ അവർ യേശുവിലേക്ക് വരുവാനും അവരുടെ ജീവിതം മാറ്റിമറിക്കുവാനും നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ പറയാം. UK വരുന്നവർ ആ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പങ്കുചേരാം. എനിക്ക് തോന്നുന്ന ഈസ്റ്റാം വളരെ ഫേമസ് ആയിട്ടൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് വേഗത്തിൽ അത് വരാനും എളുപ്പമുള്ള സ്ഥലമാണ്. ഇഷ്ടംപോലെ ട്രെയിനും സൗകര്യങ്ങളും ഉള്ള നല്ല സ്ഥലമാണ്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം സ്ഥലത്തേക്കാൾ ഉപരി പ്രാർത്ഥിക്കണം. എത്ര പേര് പ്രാർത്ഥിക്കാൻ തയ്യാറാണ് ആ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി? അനേക ജാതികളെ തൊടുവാൻ
ദൈവം ഒരു തുടക്കം ഇടുന്ന ഒരു പ്രാർത്ഥനയാണത്. അനേക ജാതികൾ എന്ന് പറഞ്ഞാൽ യേശുവിനെ അറിയാത്ത പല ഭാഷക്കാർ, ഇതൊരു തുടക്കമാണ്. ഇവിടുന്നാണ് വലിയൊരു ഉണർവിലേക്ക് നമ്മൾ സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, യൂറോപ്യൻ മിഷൻ ഒരു വാക്ക് പറഞ്ഞപ്പോൾ തന്നെ യൂറോപ്യനായിട്ടുള്ള ആൾക്കാരെ കണക്ട് ചെയ്തൊരു പ്രാർത്ഥനയാണത്. അവരുടെ ഹൃദയത്തെ ദൈവം തൊടും. ഇതൊരു തുടക്കമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. യേശു കൂടെയുണ്ട്. ആമേൻ. വലിയ അത്ഭുതങ്ങൾ നടക്കും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ആമേൻ. കർത്താവ് നമ്മളെ സഹായിക്കുന്നല്ലോ. വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. വരുന്ന മാസങ്ങളിൽ UK പല രാജ്യത്തിൽ ദൈവകൃപയാൽ ഞാൻ വരുന്നുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ പ്രാർത്ഥിക്കുവാനും കൂട്ടായ്മ ആചരിക്കുവാനും ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ പങ്കുചേരാം. നിർബന്ധമൊന്നുമില്ല, ആഗ്രഹം വേണം. ആഗ്രഹമുള്ളവർക്ക് മാത്രമേ ദൈവിക സ്പർശനം അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. ആഗ്രഹത്തോടെ നിങ്ങൾ വരുന്നുവെങ്കിൽ, ദാഹത്തോടെ വരുന്നുവെങ്കിൽ നിങ്ങളെ തൊടുവാൻ യേശു ശക്തനാണ്. ആമേൻ. കർത്താവ് നിങ്ങളെ സൂക്ഷിക്കുന്നല്ലോ, ദൈവം കൃപയാൽ സഹായിക്കുന്നല്ലോ. വേഗത്തിൽ വചനത്തിലേക്ക് ഞാൻ ഓടിപ്പോകുവാൻ ആഗ്രഹിക്കുന്നു. തുടർമാനമായിട്ടുള്ള കർത്താവിൻ്റെ വചന പഠനമാണല്ലോ. FAC ലേഖനത്തിൻ്റെ അകത്തുനിന്നാണ് നമ്മൾ കേട്ട് വന്നിരിക്കുന്നത്. ഇന്ന് FAC ലേഖനത്തിൻ്റെ അകത്തുനിന്നും ഇന്ന് FAC ലേഖനമല്ല, നമ്മൾ ഈ ദിവസങ്ങളിൽ ലൂക്കോസ് ലീഹായുടെ സുവിശേഷം ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കുവാൻ പോവാണ്. ലൂക്കോസ് ലീഹായുടെ സുവിശേഷത്തിലേക്ക് നമ്മൾ പോവാണ്. ലൂക്കോസ് ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 80-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ലൂക്കോസ് ലീഹായുടെ പുസ്തകം നമ്മൾ ധ്യാനിക്കാൻ വേണ്ടി പോകുന്നു. എൻ്റെ കൂടെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ലൂക്കോസ് ലീഹായുടെ പുസ്തകങ്ങൾ വായിക്കുക. നിങ്ങൾക്കതൊരു പുതിയ അനുഭവമായി തന്നെ ദൈവം മാറ്റുവാൻ ഇടയായിത്തീരും. നമുക്ക് ഇന്ന് ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നല്ലോ, ദൈവം നമ്മളെ സാക്ഷ്യമാക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ആമേൻ. നമുക്ക് ഒരുമിച്ചൊന്ന് ഞാൻ 1-2 മിനിറ്റ് ഒന്ന് റെഡിയാക്കിക്കോട്ടെ. ഇത് വചനം നിങ്ങൾക്ക് കാണാൻ ഒരു മിനിറ്റ്. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. നമുക്ക് ആ വാക്യം ഞാനങ്ങ് വായിക്കാം. ഇവിടെ അത് പ്രൊജക്റ്റ് ആകുന്നില്ല. താങ്ക് യു ജീസസ്. ആമേൻ. അവിടെ ലൂക്കോസ് ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 80-ാമത്തെ വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്, പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു, അവൻ ഇസ്രായേലിന് തന്നെത്താൻ കാണിക്കും നാൾ വരെ മരുഭൂമിയിൽ ആയിരുന്നു. ഹല്ലേലൂയ. ഇത് നിങ്ങൾക്കറിയാം. ഈ കർത്താവിൻ്റെ വചനം വായിക്കുന്ന സമയത്ത് നമ്മൾ പലയിടങ്ങളിലും അവിടെ കാണുവാൻ പറ്റും. കർത്താവിൻ്റെ വചനത്തിൽ പലയിടങ്ങളിലും ആത്മാവിൽ ബലപ്പെട്ടു എന്നൊരു പദം പലയിടങ്ങളിലും കാണാൻ പറ്റും, അല്ലേ? ആത്മാവിൽ അവർ ബലപ്പെട്ടു. അപ്പം എന്താണ് അവിടെ ആത്മാവിൽ ബലപ്പെട്ടു എന്നവിടെ എഴുതുവാൻ കാരണം? അപ്പോൾ ആത്മാവിൽ ഒരു വ്യക്തി ബലപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തി ആത്മാവിൽ ബലപ്പെട്ട് നിൽക്കുമ്പോൾ ദൈവശക്തി ആ വ്യക്തിയുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്, അല്ലേ? ദൈവശക്തിയുടെ വ്യാപാരത്തിലേക്ക് ആ വ്യക്തി ഇറങ്ങി വരുന്നു. ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ടാകുന്ന ചില അനുഭവങ്ങളാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഒരു വ്യക്തി ആത്മാവിൽ ശക്തിപ്പെടുന്നു. ഹല്ലേലൂയ. നോക്കിക്കേ. അപ്പോൾ ആ വ്യക്തി യേശുവിലേക്കൊരു വ്യക്തി വരുമ്പോൾ, നിങ്ങൾ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആത്മാവിൽ ശക്തിപ്പെടണം. പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടാതെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ അനുഭവിക്കാൻ കഴിയാതെ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ ആ വാക്യം ഒന്ന് നിങ്ങളെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് വെക്കാവേ. 1-2 വാക്യങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാലേ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇവിടെ ഒന്ന് സ്റ്റക്കായി നിൽക്കുന്നുണ്ട് അങ്ങനെ വന്നത്.
ആമേൻ. ഇവിടെ നോക്കിയാൽ ലൂക്കോസിൻ്റെ വചനത്തിൽ പറയുന്നവർ ആത്മാവിൽ ശക്തിപ്പെട്ടു എന്ന് വചനം പറയുന്നു. അപ്പം പൈതൽ വളർന്നു. യോഹന്നാൻ സ്നാപകനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആത്മാവിൽ ശക്തിപ്പെട്ടു. നമ്മൾ പലപ്പോഴും വിശ്വാസ ജീവിതം, നിങ്ങൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നുവെങ്കിലും നമുക്ക് ലഭിച്ച ആത്മാവിൽ നമ്മൾ ശക്തിപ്പെടണം. വിശ്വാസ ജീവിതം അനുദിനം ആത്മാവിൽ പുതുക്കമുള്ളവരായി നമ്മൾ മാറണം. അപ്പോൾ വിശ്വാസ ജീവിതം പല ആൾക്കാരുടെ ഒരു ചിന്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശ്വസിച്ചു, കുറേ പ്രാർത്ഥനയ്ക്ക് പോയി, കുറേ സ്വോത്രകാഴ്ച കൊടുത്തു, കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടു കണ്ടു, കുറേ ആരാധിച്ചു, ഇങ്ങനെയാണ് വിശ്വാസ ജീവിതം പോകുന്നതെന്നാണ് പല ആൾക്കാരുടെയും ചിന്തയിൽ. പക്ഷേ യഥാർത്ഥത്തിൽ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ആത്മാവിൽ നിങ്ങൾ അനുദിനം ബലപ്പെടണം. ആത്മാവിൽ എങ്ങനെയാണ് ഒരു വ്യക്തി ബലപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് വാക്യത്തിൽ അവിടെ കാണാൻ കഴിയും. നിങ്ങൾക്ക് അവിടെ ആ വാക്യം നോട്ട് ചെയ്തിട്ടുണ്ട്. പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു. നോക്കിക്കേ, പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പം യോഹന്നാൻ സ്നാപകൻ വളർന്നപ്പോൾ ആത്മാവിൽ ബലപ്പെട്ടാണ് വളരുന്നത്. ഒരു വിശ്വാസി നിങ്ങൾ ആത്മാവിൽ ബലപ്പെടുന്നില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നറിയാവോ? എഫേസ്യ ലേഖനത്തിലൊരു വാക്യം ഞാൻ വായിക്കാം. എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. എന്തിനാണെന്നറിയാവോ? പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ. അവൻ്റെ ശക്തിയല്ല, അവൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. അപ്പം നിങ്ങൾ വിശ്വാസത്തിലേക്ക് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ വാർഫെയർ ആണ്. ആത്മയുദ്ധത്തെ പറ്റിയാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കൊരു ആത്മയുദ്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, ആത്മയുദ്ധത്തിലാണ് ഒരു വിശ്വാസി ജീവിക്കുന്നത്. നമുക്കെല്ലാവരും ആയിരിക്കുന്ന ഈ ലോകത്തിൽ നമുക്കൊരു യുദ്ധമുണ്ട്. ആ യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധമല്ല, റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തെ പറ്റിയല്ല ഞാൻ ഈ പറയുന്നത്, പകരം ആത്മയുദ്ധത്തെ പറ്റിയാണ്. എന്താണ് ഈ ആത്മയുദ്ധം എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിൽ ബലപ്പെട്ട വ്യക്തിക്ക് മാത്രമേ ആത്മയുദ്ധം ചെയ്യുവാൻ കഴിയത്തുള്ളൂ. ആമേൻ. ഇവിടെ യോഹന്നാൻ സ്നാപകൻ വളർന്നത് വീട്ടിലെ ആഹാരത്തിൻ്റെ ശക്തി കൊണ്ടല്ല, പകരം ആത്മാവിൽ ബലപ്പെട്ടാണ് വളർന്നത്. ഇനി എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. എന്നിട്ട് പറയുന്നു, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടത് അവൻ്റെ ശക്തിയല്ല. കേട്ടോ, ഞാൻ ശക്തിയെപ്പറ്റിയല്ല, ശക്തി തകർത്തു യേശു. എൻ്റെ കൂടെ എന്ന് വിശ്വസിക്കുന്നവരൊന്ന് പറയാൻ പറ്റുമോ? പിശാചിൻ്റെ ശക്തി യേശു ക്രൂശിൽ തകർത്തതാണ്. പറ, പിശാചിൻ്റെ ശക്തി യേശു ക്രൂശിൽ തകർത്തതാണ്. ആമേൻ, 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 ആമേൻ. അപ്പൊ പിശാചിൻ്റെ ശക്തിയെ യേശു ക്രൂശിൽ തകർത്തു. ആമേൻ. പിശാചിന്റെ ശക്തിയെ യേശു ക്രൂശിൽ തകർത്തിട്ട് ബൈബിൾ പറയുന്നു, അവന്റെ തന്ത്രങ്ങളെ ജയിക്കാൻ, നോക്കിക്കേ, അവന്റെ തന്ത്രങ്ങളെ ജയിക്കുവാൻ ആത്മാവിൽ ബലപ്പെടണം. എന്താണ് അതിൻ്റെ? നമ്മൾ സാധാരണ ശക്തിപ്പെടുന്നത് എന്തിനു വേണ്ടിയാ? നമ്മൾ ശത്രുവിൻ്റെ ബലത്തെ കെടുത്താൻ വേണ്ടിയല്ലേ? പക്ഷെ ഇവിടെ ബൈബിൾ പറയുകയാണ്, പിശാചിൻ്റെ ശക്തിയെ എതിർക്കാനല്ല, പിശാചിൻ്റെ തന്ത്രത്തെ എതിർക്കുവാൻ വേണ്ടി. അപ്പോൾ ഈ ഭൂമിയിൽ ഒരു വിശ്വാസിക്ക് പിശാചിൻ്റെ തന്ത്രങ്ങളോട് യുദ്ധം ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഇതാണ് സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുന്നത്. ആമേൻ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, നിങ്ങൾ ക്രിസ്തുവിൽ ജയാളികളാണ്. നിങ്ങൾ ജയിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനത്തിൽ പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം അത്രേ. 1 യോഹന്നാൻ 5-ാം അധ്യായം. ആമേൻ. അപ്പം ദൈവത്തിൽ നിന്ന് ജനിച്ചവർക്കൊക്കെ ലോകത്തെ ജയിക്കുവാൻ പറ്റും. ആമേൻ. അപ്പം ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആത്മാവിൽ ബലപ്പെടുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാവോ? നിങ്ങൾക്ക് നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി നിൽക്കുന്ന തന്ത്രങ്ങളെ മനസ്സിലാകത്തില്ല. ഇനി നിങ്ങൾ കേട്ടോണേ, ശക്തിയും തന്ത്രവും രണ്ടാ. നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ? ശക്തിയുടെ പ്രത്യേകത നമുക്കറിയാം. ലോകത്തിലെ ശക്തിയുള്ള രാജ്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഒന്ന് പെട്ടെന്ന് പറയാൻ പറ്റും. ലോകത്തിൽ ഇന്ന് നമുക്കറിയാം, നമ്മൾക്കിന്ന് എല്ലാവരും ഓഗസ്റ്റ് 15-ൻ്റെ സെലിബ്രേഷൻ്റെ അകത്താണ് നമ്മൾ നിൽക്കുന്നല്ലേ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ
ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റുമോ? ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ഉള്ള രാജ്യം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജ്യങ്ങൾ പോട്ടെ, രാജ്യം പോട്ടെ, രാജ്യങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാൻ ആർക്കെങ്കിലും അറിയാവോ? അമേരിക്ക, അമേരിക്ക, ഇസ്രായേൽ. നമ്മൾ കുറേ അമേരിക്ക, രാജ്യങ്ങളുടെ ഇസ്രായേൽ, പേര് പറഞ്ഞല്ലേ, അമേരിക്ക, ഇസ്രായേൽ എന്നും റഷ്യ എന്നൊക്കെ നമ്മൾ കുറേ രാജ്യങ്ങളുടെ പേര് പറഞ്ഞല്ലേ. ഇനി ഞാൻ ചോദിച്ചു, ലോകത്തിലെ ഏറ്റവും തന്ത്രശാലിയായ രാജ്യം എന്ന് വെച്ചെന്ന് പറഞ്ഞതാ? ലോകത്തിലെ ഏറ്റവും തന്ത്രശാലിയ ഒരിക്കലും നമുക്ക് പറയാൻ കഴിയത്തില്ല ലോകത്തിലെ ഏറ്റവും തന്ത്രശാലിയായ രാജ്യം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവിടെ പ്രശ്നം. ലോകത്തിലെ ഏറ്റവും ശക്തമേറിയ രാജ്യങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾ കുറേ രാജ്യങ്ങളുടെ പേര് പറഞ്ഞല്ലേ, പക്ഷെ തന്ത്രശാലിയായ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയത്തില്ല. കാര്യം തന്ത്രം നമുക്ക് കാണാൻ പറ്റത്തില്ല, അല്ലേ? നമുക്ക് ശക്തി കാണാൻ പറ്റും. നമുക്കറിയാം, ഇൻഡിപെൻഡൻസ് ഡേയുടെ സമയങ്ങളിലൊക്കെ എന്തു ചെയ്യും, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഒരു ഡെമോൺസ്ട്രേഷൻ വെക്കുമല്ലേ. ഇന്ത്യയുടെ യുദ്ധ സാമഗ്രികൾ എല്ലാം അല്ലെങ്കിൽ പോലും ചിലതെല്ലാം കൊണ്ട് നിരത്തിക്കൊണ്ട് നമുക്കൊരു വലിയ ഒരു കാഴ്ച, കൺകുളിർക്കുന്ന ഒരു കാഴ്ച അവർ കാണിച്ചു തരുമല്ലേ. പലതും കൊണ്ട് അവരുടെ സ്ട്രെങ്തുകൾ എല്ലാം കാണിക്കത്തില്ല, എന്നാലും നമുക്കൊരംശം കാണിച്ചു തരും. എല്ലാ രാജ്യവും അവരുടെ സ്ട്രെങ്ത് കാണിക്കും, എല്ലാ രാജ്യക്കാരും കാണിക്കും. പക്ഷേ അവരുടെ തന്ത്രങ്ങൾ ഒരിക്കലും ആരും പറഞ്ഞു തരത്തില്ല. ലോകത്തിലെ ഏറ്റവും തന്ത്രശാലിയായ രാജ്യമെന്ന് ചോദിച്ചാൽ ആർക്കും പറയാൻ പറ്റത്തില്ല. കാര്യം തന്ത്രങ്ങൾ വെളിപ്പെടുത്തത്തില്ല. തന്ത്രങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, വെളിപ്പെടുത്തത്തില്ല. അതെപ്പോഴും ഹൈഡായിട്ട് നിൽക്കും. ഇത് തന്നെയാണ് വിശ്വാസിയോട് തമ്പുരാൻ പറയുകയാണ്, കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. കാര്യം അവൻ്റെ ശക്തി ക്രൂശിൽ യേശു തകർത്തുവെങ്കിലും അവൻ്റെ തന്ത്രങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അവൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന്. അവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, പിശാചിൻ്റെ തന്ത്രം എന്നാന്നുള്ളത് നിങ്ങൾ ആദ്യം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആരാണ് ക്രിസ്തുവിൽ എന്നുള്ള ബോധ്യത്തിൽ വളരണം. ക്രിസ്തുവിൽ ആരാന്നുള്ള വിശ്വാസത്തിൽ വളരണം. അപ്പോൾ സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുന്നത് ക്രിസ്തുവിൽ ആരാന്നുള്ള ബോധ്യത്തിൽ വരുമ്പോൾ തന്നെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ കഴിയും. ഹല്ലേലൂയ. തന്ത്രങ്ങളെ നാം തിരിച്ചറിയണം. അപ്പോൾ എന്താണ് ഈ തന്ത്രം? എന്താണ് ഈ തന്ത്രം എന്ന് പറയാം? ഒന്ന് പറയാം, ഒറ്റ വാക്കി പറയണേ, ഒത്തിരി എക്സ്പ്ലനേഷൻ പറയല്ലേ, ഒറ്റ വാക്കി പറയാൻ പറ്റുമോ? എന്താണ് തന്ത്രങ്ങൾ? സത്യത്തെ മാറ്റി പറയാം. സൂത്രം, സത്യത്തെ മാറ്റി പറയാം. കൊടുക്കുവഴി, കൗശലം, പൂർവ്വബുദ്ധിക്ക് മനസ്സിലാകാത്ത രീതിയിൽ ചെയ്യാം. കൃത്രിമ ബുദ്ധി. ആ, കുറേ പേര് പല കാര്യങ്ങൾ പറഞ്ഞു. സൂത്രം എന്നൊക്കെ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല എന്തുവാന്നുള്ളത്. എങ്കിലും പോട്ടെ, നമുക്കൊരു പെട്ടെന്ന് മനസ്സിലാകുന്നൊരു വാക്ക് നമുക്കറിയാം, ട്രിക്ക് ഉപയോഗിക്കും അല്ലേ. തന്ത്രങ്ങൾ ഉപയോഗിച്ച് പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പല രീതിയിലുള്ള തന്ത്രങ്ങളെ ഉപയോഗിച്ച് എന്തു ചെയ്യും, ഇവൻ നമ്മുടെ ജീവിതത്തിൽ എന്തു ചെയ്യും, പല പ്രവൃത്തികളെ ചെയ്യും. നമ്മൾ പോലും അറിയാത്ത, നമ്മൾ ആയിരിക്കുന്ന കാര്യത്തിൻ്റെ അകത്തു നിന്നും നിങ്ങളെ പുറത്ത് ചാടിച്ച്, ഞാനൊരു ഉദാഹരണം പറയാം. ഏദേൻ തോട്ടത്തിൽ ആദവും ഹവ്വായും നല്ല ഒന്നാന്തരമായി സുഖമായിട്ട് അവർ ജീവിക്കുക. സുഖമായിട്ട് ജീവിക്കുന്ന സമയത്ത് അവിടെ കയറി വന്നിട്ട് അവരെന്ത് ചെയ്തു, വാസ്തവമായും ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ഇത് കഴിക്കുന്ന നാളിൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, പല രീതിയിൽ നുണകൾ പറഞ്ഞ്, കള്ളത്തരം പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്ത് അവരെ എന്ത് ചെയ്തു, ദൈവത്തിൽ നിന്നും പുറത്ത് തള്ളിക്കളഞ്ഞു. ആമേൻ. പല വിശ്വാസികൾക്കും പറ്റുന്ന ഒരു പ്രശ്നം ഞാൻ പറഞ്ഞു തരാം. പല ആൾക്കാരും പറയുന്നൊരു സംഭവം ഇതാണ്, സാത്താൻ എൻ്റെ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്നു. പിശാച് ഞങ്ങളെ വളരാതിരിപ്പാൻ തക്കവണ്ണം പല പ്രതിസന്ധി. ഇപ്പം നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പം അറിയാതെ കാലം തട്ടി വീണാൽ, പ്രാർത്ഥനയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു, ബൈബിളും ഒക്കെ ആയിട്ട് പ്രാർത്ഥനയ്ക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ കാലം തട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ പറയണ്ട, ഞാൻ ആരാധനയ്ക്ക് പോകുന്നത് സാത്താൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് എൻ്റെ കാല് തട്ടി വീഴിക്കാൻ നോക്കുന്നു. ശ്രദ്ധിച്ചേ,
നമ്മളിങ്ങനെ പറഞ്ഞ് അപ്പം നമ്മുടെ ചിന്തയിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരനർത്ഥവും വരികയില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിൽ അടുക്കത്തില്ല എന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾ ഇരിക്കുകയും നിങ്ങൾ വാഗൊണ്ട് പറയുകയാണ്, ഞാൻ ആരാധനയ്ക്ക് പോകുന്ന സമയത്ത് സാത്താൻ എൻ്റെ കാല് തട്ടി മറിച്ചിട്ട്. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഒരു ബാധയും നിങ്ങളുടെ കൂടാരത്തിൽ അടുക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ മാറ്റി പറഞ്ഞില്ലേ നിങ്ങളുടെ ഭവനത്തിൽ തട്ടി വീണപ്പോൾ ബാധ അല്ലെങ്കിൽ പിശാചാന്ന് കണ്ടോ? അപ്പോൾ അവിടെ എന്താ സംഭവിച്ചെന്നറിയാവോ? അവൻ്റെ ട്രിക്ക്, അവൻ്റെ സൂത്ത് അല്ലെങ്കിൽ അവൻ്റെ തന്ത്രം അവിടെ വിജയിച്ചിരിക്കുന്നു. തിരിച്ചറിഞ്ഞോണേ, തന്ത്രങ്ങളെ എതിർത്തോണം. തന്ത്രങ്ങളെ എതിർക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനം വിശ്വസിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് അതിനെതിരെയുള്ള സാധ്യതകളെ കൊണ്ടുവന്നിട്ട്, അതിനെതിരെയുള്ള കാര്യങ്ങളെ കൊണ്ടുവന്നിട്ടിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു സ്പിരിച്വൽ വാർഫെയർ, നിങ്ങൾ ആരാണ്, ഞാനിപ്പോൾ നടന്നു പോകുന്ന യാത്രയിൽ എനിക്കിപ്പം കൺമുമ്പിൽ ബ്രദറെ ഒരു ജയവും കാണുന്നില്ല, ഒരു നന്മയും കാണുന്നില്ല, ഒരു രക്ഷയും കാണുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും സങ്കടപ്പെട്ടിരിപ്പുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ ജയിക്കുവാൻ വിളിക്കപ്പെട്ടവരാ, നിങ്ങൾ ജയിക്കുക തന്നെ ചെയ്യും. പക്ഷേ ബ്രദറെ, എൻ്റെ അവസ്ഥ ബ്രദർ നോക്കിക്കേ, ഞാനിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചുറ്റുവട്ടം മുഴുവനും ഒരനുകൂലമായ ഒരു സാഹചര്യമിൽ. ഇതാണ് തന്ത്രം. അനുകൂലമായ സാഹചര്യങ്ങളില്ല എന്ന് നമ്മളെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ച് എന്തു ചെയ്യും? ഓ ഹല്ലേലൂയ. ഇങ്ങനെ ഈ കാര്യങ്ങളെ കാണിക്കുമ്പോൾ നമ്മൾ അറിയാതെ പറയും, ബ്രദറെ എനിക്കറിയത്തില്ല ബ്രദറെ, ഇതൊക്കെ ശരിയാകുമോ? ശരിയാകാൻ വേണ്ടിയാണ് യേശു ക്രൂശിൽ വില കൊടുത്തത്. ആമേൻ. അപ്പോൾ സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുന്ന രണ്ട് രീതി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. ഒന്ന്, ആത്മയുദ്ധം പ്രവർത്തിക്കുന്നത് ഒരു വിശ്വാസി, നിങ്ങളോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ സ്പിരിച്വലി നിങ്ങൾ വളരണം. യോഹന്നാൻ സ്നാപകനെ പറ്റി പറയുന്നു, ആത്മാവിൽ ബലപ്പെട്ടു. സ്നാപക യോഹന്നാൻ ആത്മാവിൽ ബലപ്പെട്ടു. അങ്ങനെയാണ് ഈ സ്നാപക യോഹന്നാൻ വളരുന്നത്. ഇവിടെ പൗലോസ്ലീഹ പറയുന്നു, കർത്താവിലും കർത്താവിൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. ഒരു വശത്ത് പറയുന്നു ആത്മാവിൽ ബലപ്പെട്ടു, മറുവശത്ത് പറയുന്നു കർത്താവിൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവിൻ. എന്തിനു വേണ്ടിയാണെന്നറിയാവോ? പിശാചിൻ്റെ തന്ത്രങ്ങൾ. ഇനി നമുക്ക് പെട്ടെന്ന് ലൂക്കോസ്ലീഹയുടെ സുവിശേഷത്തിലേക്ക് ഒന്ന് ഓടിപ്പോകാം. അവിടെ നോക്കിക്കേ, പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു, അവൻ തന്നെത്താൻ കാണിക്കുന്ന നാൾ വരെ മരുഭൂമിയിൽ ആയിരുന്നു. സ്നാപക യോഹന്നാനെ പറ്റി പറയുന്നു, അദ്ദേഹം മരുഭൂമിയിലായിരുന്നു താമസം. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ആഹാരത്തെപ്പറ്റി വചനത്തിൽ പറയുന്നു, തേനും അങ്ങനെയുള്ള കാര്യങ്ങളുമാണ് അദ്ദേഹം കഴിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? അപ്പം അദ്ദേഹം ആത്മാവിൽ വളർന്നു ബലപ്പെടുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുകയാണ്, നാട്ടിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച ചില കൂട്ടുകാർ വന്നിട്ട് പറയുക, നീ ഇങ്ങനെ ഈ മരുഭൂമിയിലും അവിടെ ഇവിടെയൊക്കെ നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാ സഹോദര ജീവിതം മുന്നോട്ട് പോകുന്നത്? കണ്ടോ, ഒരു ചോദ്യം കണ്ടോ? അപ്പോൾ ആ കൂട്ടുകാരൻ വന്നിട്ട് സ്നാപക യോഹന്നാനോട് ചോദിക്കുവാണ്, നമ്മൾ പണ്ട് 1-ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതല്ലേ, ഞാൻ വിചാരിച്ചു നീ ഡോക്ടർ ആകുമെന്ന്, ഞാൻ വിചാരിച്ചു നീ എൻജിനീയർ ആകുമെന്ന്, പക്ഷേ നീ ഇങ്ങനെ മരുഭൂമിയിൽ എന്ത് പോയിരിക്കുന്നു? സ്നാപക യോഹന്നാൻ ആത്മാവിൽ ബലപ്പെടുന്നതിനാണെന്ന് അറിയാവോ? സ്നാപക യോഹന്നാൻ അറിയാം, ഇന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഈ മരുഭൂമിക്കപ്പുറേ ഒരു ദിവസം യോർദാൻ്റെ കരയിൽ ഞാൻ യേശുവിനെ സ്നാനപ്പെടുത്താൻ വേണ്ടി പോവുക. അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ പറയുന്നൊരു വാക്ക് കണ്ടോ, എൻ്റെ പിന്നാലെ ഒരാൾ വരുന്നുണ്ട്, ആ വ്യക്തിയുടെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ല. പലവട്ടം പിശാച് പറഞ്ഞു, യോഹന്നാൻ സ്നാപക 30-35 വയസ്സായില്ലേ, എവിടെയെങ്കിലും ജോലിക്ക് പോയി, ഇങ്ങനെ മരുഭൂമിയുടെ കറങ്ങി നടന്നുകൊണ്ട് എന്നാ പ്രയോജനം? സ്നാപക യോഹന്നാൻ പറയും, പിശാചേ നിന്റെ തന്ത്രം ഏക്കത്തില്ല, ഞാൻ യേശുവിനെ സ്നാനപ്പെടുത്തുവാൻ വിളിക്കപ്പെട്ടയാളാണ്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് ഇതിൻ്റെ അകത്ത്? ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞേ. എത്ര പേരുണ്ട്? ആമേൻ. ഇനി ഞാൻ കുറേ സീക്രട്ടുകൾ പറഞ്ഞുതരാൻ വേണ്ടി പോകും. അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയുള്ള സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം, കുറേ സീക്രട്ടുകൾ പറഞ്ഞുതരാം. ആമേൻ. എങ്ങനെയാണ് നിങ്ങൾക്ക് അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന സീക്രട്ട് പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് നിങ്ങൾ ആത്മാവിൽ ബലപ്പെടണം. ആത്മാവിൽ എങ്ങനെയാണ് ബലപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ആത്മാവ് എന്നൊരു വാക്ക് അവിടെ കണ്ടോ?
ആത്മാവിൽ ബലപ്പെടണമെങ്കിൽ ആത്മാവിൻ്റെ സഹായം വേണം. അതായത് പരിശുദ്ധ ആത്മാവിൻ്റെ സഹായം വേണം. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് എന്നെ സഹായിക്കുന്നതെന്ന് ഇന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ഒന്നാമത്തെ സഹായം എനിക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ നോക്കിയേ, പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു, അവൻ ഇസ്രായേലിൽ തന്നെത്താൻ കാണിക്കും വരെ മരുഭൂമിയിൽ ആയിരുന്നു. ഞാൻ ചോദിച്ചോട്ടെ, എന്തുകൊണ്ടായിരിക്കും ഈ വ്യക്തി മരുഭൂമിയിൽ പോയി പാർക്കുവാൻ കാരണം? തന്നെത്താൻ കാണിക്കും വരെ. അതിൻ്റെ അർത്ഥം ആ വ്യക്തി തന്നെത്താൻ ഒരുക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. തന്നെത്താൻ അപ്പോൾ നിങ്ങൾ ഇപ്പം ഈ വചനമൊക്കെ കേൾക്കുന്ന സമയത്ത്, ദൈവവചനം കേൾക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ അകത്തൊരു കൺഫ്യൂഷൻ വരും. എനിക്ക് ഒത്തിരി ആൾക്കാർ ചോദ്യം, ബ്രദറെ ഞാൻ വചനമൊക്കെ പറയുന്നുണ്ട് ബ്രദറെ, പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു, എല്ലാവരും അല്ല കേട്ടോ, സാക്ഷ്യം പ്രാപിക്കുന്നവരുമുണ്ട്. ഞാനൊരു ചെറിയ ശതമാനത്തെ പറ്റി പറയുക. അവർ പറയുന്നു, ബ്രദറെ ഞാൻ ഈ വചനമൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് മുമ്പിലൊരു വാക്തത്വം ഉണ്ടെങ്കിൽ ഒരു സ്പിരിച്വൽ വാർഫെയറും ഉണ്ട്. എന്താണ് ഈ സ്പിരിച്വൽ വാർഫെയർ? നിങ്ങളെ കാല് തല്ലി ഓടിക്കുന്നതോ, നിങ്ങൾക്ക് ക്യാൻസർ തരുന്നതോ, നിങ്ങളെ മുടിപ്പിക്കാൻ വരുന്നതോ, നിങ്ങളെ നശിപ്പിക്കാൻ വരുന്നതോ അല്ല സ്പിരിച്വൽ വാർഫെയർ എന്ന് പറഞ്ഞാൽ. സ്പിരിച്വൽ വാർഫെയർ പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ. അപ്പം തന്ത്രത്തോടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്, ശക്തിയോടല്ല. നിങ്ങളെ തൊടാൻ കഴിയത്തില്ല പിശാചിന്. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ യേശുക്രിസ്തു സകലത്തിൻ്റെ മീതെ ജയാളിയായി നിന്നിട്ട് പറയുവാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. കണ്ടോ, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ വെളിച്ചമാണ് നിങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങളെ അവന് തൊടാൻ കഴിയത്തില്ല. പക്ഷെ തന്ത്രത്താൽ എന്തു ചെയ്യും? നമുക്കറിയാം, സിംഹത്തിൻ്റെ വാ വലിച്ചു കീറിയ ആളാണ് ദാവീദ്. കണ്ടോ, അദ്ദേഹത്തിൻ്റെ തല ചില സമയത്ത് വാക്ക് കട്ടായി പോകുന്നുണ്ടോ, മല്ലൻ്റെ തല വെട്ടിയെടുത്ത ആളാണ്, ഗോലിയാത്തിൻ്റെ തല വെട്ടിമാറ്റിയ ആളാണ്. അപ്പോൾ ഇത്രയും വലിയ ശക്തനായ മനുഷ്യൻ, ഗോലിയാത്തിൻ്റെ തല വെട്ടിമാറ്റിയ മനുഷ്യൻ, സിംഹത്തിനെ വലിച്ചു കീറുന്ന മനുഷ്യൻ, കരടിയെ വലിച്ചു കീറുന്ന മനുഷ്യൻ, യുദ്ധത്തിൽ വീരനായവൻ, 10,000 യുദ്ധത്തിൽ തോൽപ്പിക്കുന്നവൻ, ഇത്രയും വലിയ ദാവീദിനെ പോലും തന്ത്രം കൊണ്ടവൻ വീഴ്ത്തി. ദാവീദിൻ്റെ മുമ്പിലെങ്ങാനും ലൂസിഫർ വെട്ടുകഴിഞ്ഞാൽ ദാവീദ് എന്തു ചെയ്യും? പിശാചിനെ വലിച്ചു കീറും. ഗോലിയാത്തിനെ വീഴ്ത്തിയ മനുഷ്യനാണ് ദാവീദ്. അപ്പോൾ ഇത്രയും ശക്തനായ ഒരു മനുഷ്യൻ്റെ മുമ്പിലൂടെ അവൻ ആക്രമിക്കാൻ കഴിയാത്തത് കൊണ്ട് മോഹം ഗർഭം ധരിച്ചു. കണ്ടോ, കിളിവാതിൽ തുറന്നപ്പോഴേക്കും അവിടെ എന്ത് ചെയ്തു? പടനായകൻ്റെ ഭാര്യയെ കണ്ടു, മോഹം മനസ്സിലേക്ക് വന്നു, അവിടെ വ്യഭിചാരവും കൊലപാതകവും ചെയ്തു ആ മനുഷ്യനെ എന്ത് ചെയ്തു? പാപത്തിലേക്ക് ഉന്തിയിട്ടു. കാരണം അവന് മനസ്സിലായി, നേരിട്ട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ ദാവീദിനെ കഴിയത്തില്ല, അവനെ നേരിട്ട് ആക്രമിക്കാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ ശിംശോനെ എന്ത് ചെയ്തു? ശിംശോൻ്റെ മേൽ ഭയങ്കര അഭിഷേകം. മിദ്യാൻ സൈന്യം എത്ര വന്നാലും ഒറ്റ താടിയെല്ലുകൊണ്ട് അവൻ മിദ്യാൻ സൈന്യത്തെ ശിംശോൻ തോൽപ്പിക്കും. അവനെ നേരിട്ട് ആക്രമിച്ച് തോൽപ്പിക്കാൻ പിശാചിന് കഴിയത്തില്ല, അവനെ നശിപ്പിക്കാൻ കഴിയത്തില്ല. അവൻ എന്ത് ചെയ്തു? അവനൊരു സ്ത്രീയുടെ മടിയിൽ കൊണ്ട് കിടത്തി ആ തന്ത്രങ്ങളെ എന്ത് ചെയ്തു? രഹസ്യങ്ങളെ മനസ്സിലാക്കി ആ അഭിഷേകത്തെ നഷ്ടപ്പെടുത്തി. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് ഒത്തിരി ആൾക്കാരെ കാണാൻ പറ്റുമല്ലേ? ശലോമോൻ വലിയ ജ്ഞാനിയായിരുന്നു, പക്ഷേ പിന്നത്തേതിൽ എന്ത് സംഭവിച്ചു? തന്ത്രങ്ങളാൽ വീണുപോയി. അപ്പോൾ ഇവരെ ഒന്നും അഭിഷേകമുള്ളവനെ ശക്തി കൊണ്ട് നേരിടാൻ പിശാചിന് കഴിയത്തില്ല. നിങ്ങൾ വായി വരുന്ന വാക്കൊന്നും വിളിച്ചു പറയരുതേ, പിശാച് എന്നെ ഉന്തി. എല്ലാവരും എപ്പോഴും പറയും, എൻ്റെ ബ്രദറെ പിശാച് ഇങ്ങോട്ട് എനിക്ക് ജീവിക്കാൻ പറ്റാതെ വണ്ണം വഴിയൊക്കെ അടച്ചെന്ന്. പിശാച് പോലും അറിഞ്ഞു കാണത്തില്ല, പിശാച് പോലും അറിഞ്ഞു കാണത്തില്ല. നമ്മളങ്ങോട്ട് പറയുക, സാത്താൻ എൻ്റെ ജീവിതത്തിൽ വഴി മൊത്തം അടച്ചു വെച്ചേക്കുക ബ്രദറെ. കണ്ടോ, ആര് പറഞ്ഞു തന്നു നിങ്ങളോട്? സാത്താൻ പറഞ്ഞു തന്നു നിങ്ങളെ. ഞാൻ അടച്ചുവെന്ന് അവൻ പറഞ്ഞു തന്നു, നിങ്ങളത് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ കൂടെ പറയണം, ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. അവൻ ഒരു വഴിയായി എൻ്റെ ശത്രു വരും, 7 വഴിയായി ഓടിപ്പോകും. സ്പിരിച്വൽ വാർഫെയർ സെറ്റ് ചെയ്യേണ്ടത് ആദ്യം നിങ്ങളുടെ മനസ്സിലാണ്. നിങ്ങളുടെ മനസ്സിലാണ്. ഇവിടെ നോക്കിയേ, അവൻ പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു, തന്നെത്താൻ കാണിക്കും വരെ അവൻ മരുഭൂമിയിൽ ആയിരുന്നു. ഹല്ലേലൂയ.
അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കേട്ട വാഗ്ദത്തം നിവൃത്തിയാകുന്ന സമയം വരെ നമുക്ക് ചുറ്റും പല രീതിയിലുള്ള കാഴ്ചകൾ കൊണ്ടുവന്നിടും. ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ബ്രദറെ ഞാൻ ഈ വചനമെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ വീട്ടിലെ അവസ്ഥയ്ക്ക് പ്രത്യേകിച്ചൊരു മാറ്റവും കാണാൻ പറ്റുന്നില്ല ബ്രദറെ, ഒന്നും കാണാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വരുമോ സിസ്റ്റർ എങ്ങനെയാണ് അതിൽ ബലപ്പെടാൻ കഴിയുന്നതെന്ന്? അപ്പോൾ നിങ്ങൾ ബ്രദറെ ഈ ബ്രദർ പറയുന്ന വചനമല്ല, ഞാൻ എല്ലാവരെ പറ്റിയല്ല, 1% ആൾക്കാർ ആ 1% ക്ലിയർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോകത്തെ പിടിക്കാൻ പറ്റും. ആമേൻ. അപ്പോൾ നിങ്ങൾ പറയുന്നു, ബ്രദറെ എനിക്ക് വചനം പറയുന്നുണ്ടെങ്കിലും എനിക്ക് അങ്ങോട്ട് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പിശാച് അവൻ്റെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടേയിരിക്കും. യോഹന്നാൻ സ്നാപകൻ ആത്മാവിൽ ബലപ്പെട്ട് വീടിൻ്റെ അകത്തിരുന്ന് കഴിഞ്ഞാൽ ഏതും പോലത്തെ സെക്കരിയാവാണ് പിതാവ്. ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, നിൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായിട്ട് ഞാൻ വന്നിരിക്കുക. ഉടനെ സെക്കരിയാവ് പറഞ്ഞു, ഇതെന്തോന്നിനാൽ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്, ഞാൻ എന്തോന്നിനാൽ അറിയുമെന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് കോട്ടയം ഭാഷയാണെന്ന് തോന്നുന്നു. എന്തോന്നിനാൽ ഞാൻ അറിയുമെന്ന് സെക്കരിയാവ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ദൂതൻ പറയുകയാണ്, ഗബ്രിയേൽ പറയുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും വന്നൊരു ദൂതനാണ്, ഞാൻ ഇതിൽ കൂടുതൽ എന്നെ തെളിവ് വേണ്ടത്. എന്നിട്ടും ആ മനുഷ്യൻ വിശ്വസിക്കുന്നില്ല. ഉടനെ ദൂതൻ എന്ത് ചെയ്തു? വായ അടച്ചു. അപ്പോൾ ഇങ്ങനെ അവിശ്വാസം പറയുന്ന ഒരു പിതാവുള്ള ഭവനമാണ് ആരുടെ ഭവനം? യോഹന്നാൻ സ്നാപകൻ്റെ ഭവനം. അപ്പോൾ ആത്മാവിൽ ബലപ്പെട്ട് ഭവനത്തിൻ്റെ അകത്തിരിക്കുമ്പോൾ സമയത്തല്ല ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ ചിന്ത കേട്ടോ, സെക്കരിയാവ് പറയും, ഇത്രയും ദിവസമൊക്കെ നീ പ്രാർത്ഥിച്ചില്ലേ, എന്നിട്ട് യേശു വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് യേശു ഒന്നും വന്നില്ലല്ലോ. നീ ജനിച്ചപ്പോൾ മുതൽ നിനക്ക് സുബോധം വന്ന സമയം മുതൽ നീ മരുഭൂമിയിലൊക്കെ വിളിച്ചു പറയുമല്ലേ, എന്താ പറയുക, ഞാൻ വരുവാനുള്ളവന് വേണ്ടി വഴിയൊരുക്കുവാന്ന്. എന്നിട്ട് എന്ത് ചെയ്യുക ആള്? കണ്ടോ, വീശുമുറം കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ലെന്നൊക്കെ പറഞ്ഞല്ലോ. എന്തിയേ യേശു, എന്തിയേ മശിക? അങ്ങനെ എല്ലാ ദിവസവും ചോദ്യങ്ങളുമായിട്ട് വരുന്നത് കൊണ്ടായിരിക്കാം ഞാൻ ചിന്തിക്കുന്നത്, യോഹന്നാന് മനസ്സിലായി, നാട്ടിൽ നിന്നാൽ സൗര്യം തരത്തില്ല. മനസ്സിലായോ? നേരെ മരുഭൂമിയിൽ പോയി. അതാകുമ്പോൾ ആരുടെയും ശല്യമില്ല, ചോദിക്കാനും വരത്തില്ല, ആരും വരത്തില്ല. പക്ഷെ സമയമാകുമ്പോൾ സകലരുടെയും വായ അടപ്പിച്ച് കർത്താവിൻ്റെ സാക്ഷിയായി യോഹന്നാൻ തീരും. അപ്പോൾ ഇതുമായിട്ട് നമുക്ക് എന്നാ ബന്ധം? ആദ്യം നമുക്ക് മരുഭൂമി പോകാൻ പറ്റത്തില്ല, നമുക്ക് വീട്ടിൽ നിന്നേ പറ്റത്തുള്ളൂ. ഇനി മരുഭൂമി പോകാൻ ആർക്കെങ്കിലും പറ്റുന്ന അവസരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. ഇനി അങ്ങനെ ഇല്ലാത്തതോട് ഞാൻ പറയാൻ വേണ്ടി പോവാണ്, ബ്രദറെ എൻ്റെ വീട്ടിൽ ഇതേ അവസ്ഥ തന്നെയാണ്. എൻ്റെ വീട്ടിലും ചോദ്യം, ഇത്രയും വചനം പറഞ്ഞിട്ട് ഇത്രയും പ്രാർത്ഥിച്ചിട്ടും കല്യാണ വീട്ടിൽ പോയ ബന്ധുക്കാർ ഇത് തന്നെ പരിപാടി, അവർക്ക് വേറെ ഒരു വിഷയമില്ല. ഞാനാണ് ഇപ്പോൾ അവരുടെ വിഷയം. എന്നാ ശരിയാകാത്തത്, എന്നാ പ്രാർത്ഥിച്ചിട്ട് മാറാത്തത്, എന്നാ കൊച്ചിൻ്റെ കാര്യം ശരിയാകാത്തത്? ഇത് ഏത് കല്യാണ വീട്ടിൽ പോയാലും മരണ വീട്ടിൽ പോയാലും എല്ലാവർക്കും ഇത് മാത്രമേ ചോദിക്കാനുള്ളൂ. ഓർത്തോണേ, എല്ലാവർക്കും ഇത് മാത്രമേ ചോദിക്കാനുള്ളൂ. കാരണം എന്നാണെന്നറിയാവോ? ഇതൊരു തന്ത്രമാണ്. നിങ്ങളെ അവർ വഴി വെച്ച് കണ്ടാൽ പോലും കാണാത്തവർ വണ്ടി നിർത്തി നിങ്ങളുടെ കാര്യങ്ങൾ തിരക്കുന്നില്ലേ, വിഷമിപ്പിക്കുന്നില്ലേ? ഇതിൻ്റെ പേരാ തന്ത്രം. ഈ തന്ത്രത്തെ എങ്ങനെയാണ് തിരിച്ചറിയുന്നറിയാവോ? നിങ്ങളോട് കർത്താവ് പറഞ്ഞ വാഗ്ദത്തം നോക്കിക്കേ. ഇസ്രായേലിന് തന്നെത്താൻ കാണിക്കുന്ന നാൾ വരെ യോഹന്നാൻ മരുഭൂമിയിലായിരുന്നു, വെയിറ്റ് ചെയ്തു. അവൻ നമുക്ക് മുമ്പിൽ നടക്കാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ഉറപ്പിച്ചു, ഇത് പിശാചിൻ്റെ തന്ത്രമാണ്. അപ്പോൾ ബ്രദറെ, ഇത് നടക്കുമോ? പിന്നല്ലാതെ എവിടെ പോകാനാണ്? അല്ലെങ്കിൽ ദൈവം നുണ പറയുന്നയാളാകണം. ഞാൻ ചോദിച്ചോട്ടെ, ബോഷ്ക്ക് പറയുന്ന ആളാണോ ദൈവം? ആണോ അല്ലേ? ഒന്ന് പറ. ദൈവം നുണ പറയുന്ന ആളാണോ? എന്നാൽ പിന്നെ എന്താ സാഹചര്യങ്ങളൊന്നും മാറാത്തത്? എന്തുകൊണ്ടാണ് സാഹചര്യങ്ങൾക്കൊരു ചേഞ്ച് വരാത്തത്? ഞാൻ പറഞ്ഞല്ലോ, സാഹചര്യത്തിന് ബൈബിൾ ഒരു വാക്യം കണ്ടോ, ഇസ്രായേലിന് തന്നെത്താൻ കാണിക്കുന്ന സമയം വരെ, നാൾ വരെ, ടൈം വരെ യോഹന്നാൻ മരുഭൂമിയിൽ വെട്ടിക്കിളിയും കാട്ടുതേനും കുടിച്ചിരുന്നു. അതന്നെ യോഹന്നാനെ എപ്പോഴും വിളിച്ചു പറഞ്ഞോണ്ട്, യേശു വരും, യേശു വരും, മശിക വരും, മശിക വരും, ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി പലരും കാണുമായിരിക്കും കേട്ടോ. പക്ഷേ യോഹന്നാൻ സ്നാപകൻ ആത്മാവിൽ ബലപ്പെട്ടു. എന്നാണെന്നറിയാവോ? തന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, യേശുവിനെ നീ സ്നാനപ്പെടുത്തും, നിൻ്റെ പിന്നാലെ യേശു വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് വചനത്തിൽ ബലപ്പെടുമ്പോൾ നിങ്ങളുടെ കൺമുമ്പിൽ കാണുന്ന വിഷയങ്ങളെ മനസ്സിലാക്കണമേ, ഇത് തന്ത്രമാണ്.
ബ്രദറെ, എൻ്റെ സ്വന്തം ഭർത്താവ് ചോദിക്കുവാണ്, നീ ഇങ്ങനെ കിടന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ട് പോലും എന്താണ് നിൻ്റെ കാര്യം നടക്കാത്തതെന്ന് ചോദിക്കുമ്പോഴേക്കും എൻ്റെ ബ്രദറെ, വേറെ ആര് ചോദിച്ചാലും കുഴപ്പമില്ലായിരുന്നു ബ്രദറെ. എൻ്റെ ഭർത്താവല്ല, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ അമ്മ, എൻ്റെ കുടുംബം, എൻ്റെ അത്രയും ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ കൂട്ടുകാരോട് ചോദിക്കുക ബ്രദറെ. എനിക്കത് ഭയങ്കര സങ്കടം ബ്രദറെ. സഹോദരി, തന്ത്രമാണ്. ദൈവം ബോഷ്ക്ക് പറയത്തില്ല കേട്ടോ. ആ വചനം ഇപ്പോഴും മുറുക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ പിശാച് നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ അവർ ഹൃദയത്തെ കവർന്നത്. യേശുവിൻ്റെ കൂടെയുള്ള യൂദായുടെ ഹൃദയം അവൻ കവർന്നു എന്നാണ് പറഞ്ഞത്. അവൻ പലരുടെയും ഹൃദയം കവർന്നെടുത്തിട്ട് നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിങ്ങളുടെ മനസ്സിനെ ഇടിച്ചു കളയുമ്പോൾ മനസ്സിലാക്കിയോ, കള്ള പിശാചേ, എനിക്ക് മനസ്സിലായി, നിൻ്റെ ഒരു കളിയും നടക്കത്തില്ല. വാഗ്ദത്തം ചെയ്ത എൻ്റെ ദൈവം വിശ്വസ്തനത്രേ, ഞാനത് കാണുക തന്നെ ചെയ്യും. മനസ്സിലായോ? നിങ്ങളെ ശക്തി കൊണ്ട് അവന് പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. നിങ്ങൾ ബൈബിൾ മൊത്തം നോക്കിക്കേ, പിശാച് ഇന്നേ വരെ ശക്തി കൊണ്ട് ഒരാളെയും കീഴ്പ്പെടുത്തിയിട്ടില്ല. അത് പഴയ നിയമത്തിലായിക്കോട്ടെ പുതിയ നിയമത്തിലായിക്കോട്ടെ, ഒരു സ്ഥലത്ത് കാണിക്ക്. അവന് ശക്തി കൊണ്ട് ആരെയും തൊടാൻ കഴിയത്തില്ല. അവരെ എല്ലാം മറിച്ചിട്ട് തന്ത്രം കൊണ്ടാണ്. അഭിഷേകമുള്ളവന്, കാര്യം പരിശുദ്ധാത്മാവാണ് അഭിഷേകത്തിനകത്തിരിക്കുന്നത്. നോക്കിക്കേ, ഉൽപ്പത്തി മുതൽ വായിച്ച് നോക്കിക്കേ. ഉൽപ്പത്തി പുസ്തകത്തിൽ ഏതേൻ തോട്ടത്തിൽ ഓടി വന്നിട്ട് ആദത്തിൻ്റെ ഹവ്വായുടെ മേൽ ചാടി വീണിട്ട് അവരെ ഉപദ്രവിച്ച്, അവരെ പിച്ചി ചീന്തി, അവരെ വേദനിപ്പിച്ച്, അവരെ കുത്തി മുറിവേൽപ്പിച്ച്, എന്നിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇപ്പോൾ യേശുവിനെ വിശ്വസിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ ദൈവത്തെ വിശ്വസിക്കാൻ പറഞ്ഞപ്പോഴേക്കും ഉടനെ ആദം പറയുകയാണ്, അയ്യോ ഞങ്ങളിപ്പോൾ യഹോവയെ വിട്ടേച്ച് വരാം. ഒന്നും പറഞ്ഞില്ല. അവനറിയാം ആദത്തെ ആക്രമിച്ചാൽ അവിടെ ഉറപ്പായിട്ടും ലൂസിഫറിൻ്റെ പരിപാടി തീരും. അതുകൊണ്ട് അവൻ തന്ത്രം എടുത്ത് ഒരു പാമ്പിൻ്റെ രൂപത്തിൽ വന്നിട്ട് പയ്യെ സോപ്പിട്ട് എന്ത് ചെയ്ത് പിടിച്ചു. ഇത് തന്നെയാണ് പഴയ നിയമത്തിൽ എല്ലാ ശക്തന്മാരെയും വീഴ്ത്തി. അതുകൊണ്ടാണ് പാമ്പുകളെയും തേളുകളെന്ന് പറയാൻ കാര്യം. പാമ്പ് സൂത്രശാലിയാണ്, കൂർമ്മ ബുദ്ധിയുള്ള വ്യക്തിയാണ്. അവൻ്റെ തന്ത്രം കൊണ്ടാണ്. പാമ്പിന് കൂർമ്മ ബുദ്ധിയുണ്ട്. ഇതുകൊണ്ടാണ് അവൻ തന്ത്രം കൊണ്ടാണ് മെനയുന്നത്. പിന്നെ തേളിനെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നല്ലോ, പുറകിൽ നിന്ന് വന്ന് ആക്രമിക്കുന്നു. അവന് മുമ്പിൽ നിന്ന് നിങ്ങളെ തൊടാൻ കഴിയത്തില്ല. ഭർത്താവ് ചോദിക്കുവാണ്, ഈ കണ്ട പ്രാർത്ഥനയെല്ലാം പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾ ഈ ബ്രദറിൻ്റെ അവിടെ പ്രാർത്ഥന നോക്കുന്നു, ഇവിടെ പ്രാർത്ഥന, അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, വലിയ പ്രശ്നങ്ങളാണ്, എന്നിട്ട് എന്താ നടക്കാത്തത്? ഞാൻ ചോദിച്ചോട്ടെ, സ്നാപക യോഹന്നാൻ സ്കൂളിൽ പോകേണ്ട സമയത്ത് മരുഭൂമി പോയി കിടക്കുക. സുഹൃത്തുക്കളെല്ലാം പഠിച്ച് ഡോക്ടറായി, കൂടെ പഠിച്ചവരെല്ലാം വലിയ പരീക്ഷന്മാരായി, അവർ സ്ഥലം മേടിച്ചു, വീട് വെച്ചു, ബംഗ്ലാവ് പണിതു, കാറ് മേടിച്ചു, എല്ലാം മേടിച്ചു. സ്നാപക യോഹന്നാൻ ഇപ്പോഴും മരുഭൂമിയില്ല. മനസ്സ് ചോദിച്ചു കാണും, സ്നാപക യോഹന്നാൻ നിൻ്റെ കൂടെ പഠിച്ചവരെല്ലാം ഇപ്പോൾ ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ അവർ നല്ല നിലയിലെത്തിയല്ലോ, നീ മാത്രം മരുഭൂമിയിൽ വെട്ടുക്കിളിയും കാട്ടുതീനും കിടക്കുക. യോഹന്നാൻ പറയും, കള്ള പിശാചേ, ഞാൻ ആരാ നിനക്കറിയാവോ? ഡോക്ടറെക്കാളും എഞ്ചിനീയറെക്കാളും ഇവിടെയുള്ള സകല പരീക്ഷനേക്കാളും ഞാൻ വലിയവനാ. ഞാനാണ് മഷികയിനെ സ്നാനപ്പെടുത്താൻ വേണ്ടി പോകുന്നവൻ. എന്നാ വലിയ പവറാന്ന് ആലോചിച്ച് നോക്കി. ആ വ്യക്തിക്ക് മനസ്സിലായി, ഞാൻ ആത്മാവിൽ ബലപ്പെട്ടില്ലെങ്കിൽ ഞാൻ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. ആമേൻ. ഒരു വിശ്വാസിയോട് എപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങൾ കൂട്ടായ്മയിൽ നിങ്ങൾ അതുകൊണ്ടാണ് വചനമൊക്കെ കേൾക്കണം. ഓടിപ്പോൾ ചില പറയും, ബ്രദറെ ഞാൻ ബ്രദറിൻ്റെ വചനം കേൾക്കുന്ന ആളാണ് കേട്ടോ. എപ്പോഴാണ് കേൾക്കുന്നത്? മാസത്തിൽ 2 തവണ. എല്ലാ ദിവസവും നമുക്ക് പ്രാർത്ഥനയുണ്ട് മുടങ്ങാറ് ദൈവകൃപയാൽ. അപ്പോഴാണ് മാസത്തിൽ 2 തവണ പ്രാർത്ഥനയും കേട്ടുകൊണ്ട് വന്നിട്ട് വിഷയം കരഞ്ഞുകൊണ്ട് വരുന്നത്. ഇവിടെ ദിവസവും കേൾക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് സമയം കിട്ടുന്നില്ല. അപ്പോഴാണ് 2 മാസത്തിൽ 2 തവണ. അതൊന്നും പോരാ സഹോദരങ്ങളെ. ആത്മാവിൽ ബലപ്പെടണം. വാഗ്ദത്തങ്ങളൊക്കെ കാണിക്കും ദൈവം. ഇനി എവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് ഞാൻ പറഞ്ഞു തരാം. തന്ത്രങ്ങൾ എപ്പോഴാണ് ഫലിക്കുന്നതെന്നറിയാവോ? എഫേസ്യ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ പറയുന്നു, അവൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കണം. ആമേൻ. നമുക്കെപ്പോഴാണെന്നറിയോ ഈ ഒരു വിഷയം ഉണ്ടാകുന്നത്? നമ്മൾ ഈ സാത്താൻ പറയുന്നത് കേട്ട് പറയും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രാർത്ഥന ചെന്നപ്പോൾ ഇങ്ങനെ പറയാനിടയായി തീർന്നു, ഈ കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ഈ സാരമില്ലെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തുവാ? സാരമില്ലെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തുവാ? സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ലെന്ന് അതിൻ്റെ അർത്ഥം എന്തുവാ? കുഴപ്പമില്ല. അതുപോലെ അതിന് അനുവാദം കൊടുക്കുന്നതിന് നമ്മളിപ്പം ഈ പ്രത്യേകിച്ച് ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് സ്ത്രീകൾക്കുള്ള സീറ്റ് അവിടെ ഉണ്ടല്ലേ.
അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ പുരുഷന്മാരുടെ ഞാൻ ചോദിക്കുന്നത് കേട്ടോ, സ്ത്രീകൾക്കുള്ള സീറ്റിൽ ചിലപ്പം അല്ലെങ്കിൽ അവിടെ ഒരു സീറ്റ് പ്രത്യേക സീറ്റ് കാണും. നമ്മളിങ്ങനെ മടുത്ത് ഓടി ചിലപ്പോൾ നിങ്ങൾ കുറേ നേരം നിന്ന് വലിയൊരു യാത്ര ചെയ്യുമായിരിക്കും, മടുത്ത് നിൽക്കുമായിരിക്കും. ഉടനെ ഒരു സഹോദരി അവിടെ ഇരിക്കുക, നമ്മൾ ഓടിപ്പോയി ഇരിക്കത്തില്ല, കാര്യം ഇരുന്നാൽ ചിലപ്പോൾ എണീപ്പിച്ച് വിടും. അതുകൊണ്ട് നമ്മൾ പെർമിഷൻ ചോദിക്കും അല്ലേ, സഹോദരി അല്ലെങ്കിൽ ചേച്ചി, ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി, മോളെ നമ്മളവിടെ നിന്ന് ഇരുന്നോട്ടേ എന്ന് ചോദിക്കും. പിള്ളേരാണ് ചോദിക്കുന്നത്, നമ്മൾ ഇരുന്നോട്ടേ എന്ന് ചോദിക്കും. അതിനെന്താ പെർമിഷൻ ചോദിക്കുന്നത് അറിയാവോ? ഇനി ആ പെർമിഷൻ ചോദിക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നാളെ വലിയ വിഷയമാകും, അടുത്ത് വന്നിരുന്നു പിന്നെ വലിയ പ്രശ്നങ്ങളാവും. അതുകൊണ്ട് ഒരിക്കലും ഒന്ന് ഇരുന്നോട്ടെ. അപ്പോൾ ആ സഹോദരി ഇപ്പം പെൺകുട്ടിയാണെങ്കിൽ കുഞ്ഞാണെങ്കിൽ അത് പറയും ഓക്കെ ഇരുന്നു, സാരമില്ല ഇരുന്നോളാൻ പറയും. കണ്ടോ, ഒരു പെർമിഷൻ കൊടുക്കുക നമ്മൾ. സാരമില്ലെന്ന് പറഞ്ഞാൽ ഒരു പെർമിഷൻ. അവിടെ കഷ്ടങ്ങൾ സാരമില്ല, നമ്മൾ പെർമിഷൻ കൊടുക്കുക. കണ്ടോ, നിങ്ങൾ ആ പാട്ടൊക്കെ പാടി ആരാധിച്ച് ഇങ്ങനെ പോകുമ്പോഴേക്കും കഷ്ടം പറയും, കർത്താവെ ഞാൻ പോകാൻ റെഡിയാണ്, പക്ഷേ ഈ സഹോദരി എനിക്ക് പെർമിഷൻ തന്ന് പോകണ്ടെന്ന്. എങ്ങനെയാണ് പോകാൻ തോന്നുന്നത്? എന്നെ ആരാധനയാണ്. ആ പാട്ടൊക്കെ പാടി കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീര് സാരമില്ല, ആരാധിച്ചങ്ങ് കൈയടിച്ച് നമ്മളങ്ങോട്ട് കയറുമ്പം കഷ്ടത പറയും. എങ്ങനെ പോകാൻ തോന്നും? എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, എങ്ങനെ പോകാൻ തോന്നുമെന്ന് പറ. എങ്ങനെ പോകാൻ തോന്നുന്നു? ഓ, നിങ്ങൾ പറയും ബ്രദറെ ആ ഓർഗണൊക്കെ വായിച്ച് വായിച്ച് നല്ല ആരാധിച്ച് വരുമ്പോഴേക്കും പിന്നെ എങ്ങനെയാണ് ബ്രദറെ കഷ്ടങ്ങളോട് പോകാൻ പറയുന്നത്? കണ്ടോ, കഷ്ടങ്ങൾ സാരമില്ല എന്ന് പറഞ്ഞാൽ ഞാനതിന് പെർമിഷൻ കൊടുക്കുക. കഷ്ടമേ നീ അവിടെ ഇരുന്നു, നിത്യ തേജസ് വരെ നീ ഇവിടെ ഇരുന്നു. അതിൻ്റെ അർത്ഥം ഈ കഷ്ടത നിത്യതയെ പോകുമ്പോഴേ തീരത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ എത്ര വചനം പറഞ്ഞാലും അത് മാറത്തില്ല കഷ്ടത. ഇപ്പം മനസ്സിലായോ എന്തുകൊണ്ടാണ് ചില പ്രശ്നങ്ങൾ മാറാത്തെന്ന്? നിങ്ങൾ എവിടെയൊക്കെയോ ഇങ്ങനെ ചില പാട്ടുകൾ പാടുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് കഷ്ടതകളെ നാം പ്രോത്സാഹിപ്പിക്കുന്നു, കഷ്ടങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ആഗ്രഹം എൻ്റെ കഷ്ടതയല്ല, ദൈവത്തിൻ്റെ ആഗ്രഹം അനുഗ്രഹം അനുഭവിക്കാൻ ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നു. സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ പോയി കിടക്കാൻ കാരണം, മരുഭൂമിയിൽ ജീവിക്കുവാൻ കാരണം, സ്നാപക യോഹന്നാന് മനസ്സിലായി എൻ്റെ വിളി യേശുവിനെ സ്നാനപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ബലം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അദ്ദേഹത്തിൻ്റെ അകത്തൊരു സ്പിരിച്വൽ കോൺഷ്യസ് ഉണ്ട്. നോക്കിക്ക്, ആത്മബോധം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ യേശുവിനെ സ്നാനപ്പെടുത്താനുള്ളവനാണ്. അപ്പോൾ നാട്ടുകാരും വീട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. സെക്കരിയാവ് ഫാദർ ചോദിച്ചതാണ്, മോനെ എല്ലാവരും നിൻ്റെ കൂടെ പഠിച്ചവരെല്ലാം ഡോക്ടർമാരായി, നിൻ്റെ കൂടെ പഠിച്ചവരെല്ലാം പരീക്ഷന്മാരായി, നീ മാത്രം മരുഭൂമിയിലൂടെ തെക്ക് വടക്ക് നടക്കുവാണല്ലോ. ഉടനെ സ്നാപക യോഹന്നാൻ പറ, അച്ഛാ ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പ് ദൂതൻ വായടച്ചില്ലേ, ഇനിയും ആ ഗതികേട് ഉണ്ടാകണമെങ്കിൽ ഞാൻ മരുഭൂമി പൊക്കോളാം. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ആത്മാവിൽ നിങ്ങൾ ബലപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാവോ? ആത്മാവിൽ ബലപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാവോ? നിങ്ങളുടെ അകത്തുണ്ടാകുന്ന, ഞാൻ രണ്ട് രീതിയിലാണ്, ഒരു വിഷയം മാത്രമേ തൊടുന്നുള്ളൂ. സ്പിരിച്വൽ വാർഫെയറിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് എന്ന് പറയുന്നത്. നാളത്തെ കഴിഞ്ഞൊക്കെ ബാക്കി പറയാം. ഒന്നാമത്, നിങ്ങൾ വചനത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് വരെ തന്ത്രങ്ങളിലൂടെ പിശാച് എന്ത് ചെയ്യും? നിങ്ങളുടെ യാത്രയെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടി പ്രവർത്തിക്കും. ഇനി നിങ്ങളെങ്ങനെ തിരിയുന്നത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങളിപ്പോൾ ഒരു വചനം വിശ്വസിക്കുക. ഏത് വചനമാണ് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു വാക്യം പറഞ്ഞ്, ഒരു വാക്യമേ, ഏത് വചനമാണ് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല, പച്ചയായ പുൽപ്പുറങ്ങൾ അവനെ നടത്തും, സ്വസ്ഥത വെള്ളത്തിലേക്ക് എന്നെ കടത്തും. ഓക്കെ, നമ്മൾ പറയുന്ന വാക്യം അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, യഹോവ എൻ്റെ ഇടയൻ ആകുന്നു, എനിക്കൊന്നിനും കുറവ് വരത്തില്ല. അതിൻ്റെ അർത്ഥം എൻ്റെ കഞ്ഞിക്കലത്തെ യഹോവ നിറയ്ക്കും, എൻ്റെ പേഴ്സിനെ യഹോവ നിറയ്ക്കും, എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠിപ്പ് യഹോവ നോക്കും. അതാണ് യഹോവ എൻ്റെ ഇടയനാകുന്നു. ഒന്ന് ഉദാഹരണമായിട്ട് പറയാം. നിങ്ങൾ ഇന്നേ വരെ ഏതെങ്കിലും നിങ്ങൾ ഇന്നേ വരെ എവിടെയെങ്കിലും നിങ്ങൾ നോക്കിയിട്ടുണ്ട്, ഏതെങ്കിലുമൊക്കെ തൊഴുത്തിൽ ആടുകളോ പശുക്കളോ നിൽക്കുമ്പോഴേക്കും അയൽവക്കത്തെ ആൾക്കാർ കൊണ്ടുവന്ന് എല്ലാ ദിവസവും അതിന് കാടിവെള്ളവും കാലിത്തീറ്റയും കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. അതിന് കാലിത്തീറ്റ കൊടുക്കുന്നതും അതിന് പുല്ല് വെട്ടി കൊടുക്കുന്നതും എല്ലാം അതിൻ്റെ ഉടമസ്ഥനായിരിക്കും. അത് ജസ്റ്റ് ഒന്ന്
കരയുമ്പോൾ തന്നെ ആട് കരയുമ്പോൾ തന്നെ കാടിവെള്ളം കലക്കിക്കൊണ്ട് ആ വീട്ടമ്മ ഓടി വന്ന് അതിൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കും. ഉടനെ കരയുന്നതിന് മുമ്പ് തന്നെ അത് മനസ്സിലാക്കി പുല്ല് കൊണ്ടുവന്ന് വെട്ടിക്കൊടുത്തു. കണ്ടോ, ആട് ഹാപ്പി. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹോവ എൻ്റെ പോക്കറ്റും കഞ്ഞിക്കലവും എല്ലാം നിറയ്ക്കുമെന്ന് അതിൻ്റെ അർത്ഥം. ആമേൻ. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ബ്ലേഡുകാരൻ വന്ന് ബഹളം വെക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും കടക്കാരൻ വന്നിട്ട് ഭയങ്കര പ്രശ്നം. അവർ പറഞ്ഞ് വീടിപ്പോൾ ജപ്തി ചെയ്യും, അവർ പറയും നിങ്ങളുടെ വീടിപ്പോൾ ഞങ്ങൾ നശിപ്പിക്കും, അവർ പറയും നിങ്ങളുടെ പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകും, അവർ പറയുന്ന വലിയ കോലാഹലം ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമൊക്കെ വചനം പറഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ സാഹചര്യങ്ങളൊന്നും മാറാതെ വന്നപ്പം നമ്മൾ പയ്യെ പറഞ്ഞ് എൻ്റെ കർത്താവേ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഒരു തരി പോലും കർത്താവേ ഒരു വ്യത്യാസവും എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. നമ്മുടെ അകത്തേട്ടൊരു സംശയം കയറിയില്ലേ, നമ്മുടെ അകത്തേക്ക് ഒരു ഭാരം വന്നില്ലേ? അപ്പോഴാണ് ഒരു ഉപദേശി വന്നിട്ട് പറയുകയാണ്, സഹോദരി അങ്ങനെയൊക്കെയാണ് വിശ്വാസ ജീവിതത്തിൽ കയറ്റവും ഇറക്കവും താഴ്ചയും ഒക്കെ ഉണ്ട്. അങ്ങനെ കുറേ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ ബൈബിളൊരു വാക്യമുണ്ട്, കല്ലും മുള്ളും നിറഞ്ഞ വഴി എന്നൊക്കെ പറഞ്ഞല്ലേ. അത് നിങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്ന മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കഷ്ടപ്പാടും ദുരിതമൊക്കെയാണ് അതാന്ന് വിചാരിച്ചാൽ നമ്മളിരിക്കുന്നത്. ഈ കല്ലും മുള്ളും സ്വർഗത്തിലേക്കുള്ള വാതിൽ ഇടുക്കമുള്ളതെന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ഇതിലൊന്നും ഭയങ്കര പ്രതികൂലവും കഷ്ടതയെന്ന്. പ്രിയരെ, നിങ്ങളുടെ ദാരിദ്ര്യത്തെ പറ്റിയല്ല അവിടെ പറയുന്നത് യേശു. പകരം നമ്മുടെ വിശ്വാസ ജീവിതത്തെ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മളിപ്പം കണ്ടില്ലേ എത്രയോ ഉപദേശങ്ങൾ നമ്മുടെ ലോകത്തിലുണ്ട്. ആമേൻ. എത്രയോ, അത് ഞാൻ ഒരു ദിവസം പറയാം. അത് നിങ്ങളുടെ പ്രശ്നമല്ല അവിടെ പറയുന്നത്. ഞാൻ ഒരു ദിവസം എന്നെ ഓർപ്പിക്കണം ആ വിഷയം എടുക്കാൻ വേണ്ടിയേ. എന്നുള്ളത് ഒന്ന് ഓർത്ത് പിന്നെ അത് മാറിപ്പോയി പറയാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, നിങ്ങളത് പറയുമ്പോൾ സമയത്ത് തന്നെ അവൻ തന്ത്രങ്ങളാണ്. ബ്ലേഡുകാരനെ ഉടനെ എന്ത് ചെയ്യും? എരിവ് കയറ്റും. അവൻ്റെ മനസ്സിലേക്ക് ചെന്ന് ഓടിപ്പോയി ആ മകളെ വിളിക്ക്, അവളുടെ മനസ്സൊന്ന് ബുദ്ധിമുട്ടിക്ക്, അവളെ മാനസികമായിട്ടൊന്ന് നീ ഉടയ്ക്ക്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് ഞാൻ പറയാം, ദൈവം കൂടെയുണ്ട്. ഇനി തല പോകുന്ന വിഷയം വന്നാലും നിങ്ങൾ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുവാൻ വിളിക്കപ്പെട്ടവർ തന്നെയാണ്. ഒരു മാറ്റമില്ല. ഇനി പലിശക്കാരൻ വന്നിനി അവൻ എത്ര വലിയ ഡാൻസ് കളിച്ച് ബഹളം വെച്ചാലും കടക്കാരൻ ഇനി നിങ്ങളുടെ പറയത്തില്ലേ എൻ്റെ കഴുത്തോളം വെള്ളത്തിൽ ഞാൻ മുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് ബ്രദറെ, എൻ്റെ ദൈവം എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റത്തില്ല, ഞാൻ ഇനി ആത്മഹത്യയിലുണ്ട്. നിങ്ങൾ ആത്മഹത്യ ഞാൻ തീരുമാനിച്ചു നോക്കിയാൽ നടക്കത്തില്ല പ്രിയരെ, നടക്കത്തില്ല. കാരണം എന്താണെന്നറിയാവോ? നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്കൊരു ഇടയനുണ്ടെന്ന് മറന്നു പോകരുതേ. ഇടയൻ്റെ പ്രത്യേകത, കാണാതെ പോയതിനെ പുറകെ ചെന്ന് തേടി പിടിച്ച് തോളിലിരുത്തി വീണ്ടും കൊണ്ടുവന്ന് ആട്ടിൻ്റെ കൂട്ടത്തിലിടുന്നയാളാണ് ഇടയൻ. യേശുവിൻ്റെ ഒത്തിരി ക്വാളിറ്റിയാണ് കേട്ടോ അത്. അപ്പോൾ ഈ വിഷയമൊന്നും കണ്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, വിഷയങ്ങൾ നടക്കുമ്പോഴും ആരാധനയ്ക്ക് പോകുക, നല്ല പാട്ട് പാടി ആരാധിക്കുക. അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞതുപോലെ കടവാരത്തിൻ്റെ അകത്ത് ഞെരുങ്ങിയിരിക്കുമ്പോഴും കഷ്ടങ്ങൾ സാരമില്ലെന്ന് പാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അത്ഭുതം നടക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. ഉടനെ നിങ്ങൾ പറയും സാരമില്ല, അവിടെ ഇരുന്നോട്ടത്. കണ്ടോ, അന്നൊരത്ഭുതം നടക്കേണ്ടതായിരുന്നു. നിങ്ങൾ ഉടനെ എന്ത് ചെയ്തു? അവിടെ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ മിസ്യൂസ് ചെയ്തു. നിങ്ങൾ പറയും ബ്രദറെ എന്നെ ആരാധനയായിരുന്നു അവിടെ, ഇന്ന് കണ്ട മിസ്രൈമിനെ മേലെ കാണത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഭയങ്കര എല്ലാ ആഴ്ചയിലും മിസ്രൈമിനെ കണ്ടുകൊണ്ടിരിക്കുക. ഇന്ന് കണ്ട മിസ്രൈമിനെ നമ്മൾ മേലെ കാണത്തില്ല, അടുത്ത ആഴ്ച ഇന്ന് കണ്ട മിസ്രൈമിനെ മേലെ കാണത്തില്ല, അടുത്ത ആഴ്ച ഇന്ന് കണ്ട മിസ്രൈമിനെ മേലെ കാണത്തില്ല. ഹല്ലേലൂയ. ഓർത്തേ, ശ്രദ്ധിക്കണമേ. നമ്മുടെ വിശ്വാസത്തിൻ്റെ അകത്ത് ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോണം. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ആരാധനയ്ക്ക് ചെല്ലുമ്പോൾ പാടുന്ന പാട്ടുകൾ പോലും എൻ്റെ അനുഗ്രഹത്തെ ജ്വലിപ്പിക്കുവാനും തടസ്സപ്പെടുത്തുവാനും അതിന് ശക്തിയുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, സാരമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അലോ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീകൾക്കൊന്ന് എഴുതിയിരിക്കുന്ന ഒരു ബസ്സിലെ സീറ്റയിൽ ഒരു പുരുഷൻ അവിടെ ഇരിക്കണമെങ്കിൽ ആദ്യം പെർമിഷൻ ചോദിക്കണം. അല്ലെങ്കിൽ വല്ല മദ്യപാനിയൊക്കെ ആയിരിക്കും ഓടി വന്നിരിക്കുന്നത്. സുബോധമില്ലാത്തവർ അങ്ങനെ ഇരിക്കത്തുള്ളൂ. ഞാനാണെ ചോദിക്കും, സഹോദരി എനിക്ക് കാല് ഒത്തിരി ബുദ്ധിമുട്ടാണ്, യാത്ര ഒത്തിരി ഉണ്ട്, ഞാൻ ഒന്ന് ഇരുന്നോട്ടെ, കുഴപ്പമുണ്ടോ എന്ന് പറയുമ്പോഴേക്കും ആ പെൺകുട്ടി പറയും സാരമില്ല ഇരുന്നോളാൻ പറയും. കണ്ടോ, എനിക്ക് പെർമിഷൻ തരുക. കുറേ കഴിയുമ്പോഴേക്കും ആ സഹോദരി പറയുവാണ്, ഇയാൾ എന്തുവാ ഇവിടെ ഇരിക്കുന്നത് വെച്ച് കണ്ടക്ടർ പറയും, നിങ്ങൾ പെർമിഷൻ കൊടുത്തിട്ടല്ലേ, ഞങ്ങൾ കേട്ടതാണ്, ആ മനുഷ്യൻ പെർമിഷൻ ചോദിച്ചിട്ടാണ് ഇരുന്നത്, നിലവിളിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ടാണ് ആ വ്യക്തി അവിടെ ഇരുന്നത്. കണ്ടോ, ഇവിടെ നിങ്ങൾ നോക്കിയേ, ആത്മാവിൽ ബലപ്പെടുമ്പോൾ നമ്മൾ പെർമിഷനുകൾ കൊടുക്കരുത്.
നിങ്ങൾ മനസ്സും അടുക്കുമ്പോൾ ധൈര്യമായിട്ട് എന്നെ വിളിച്ചോ പ്രാർത്ഥിക്കാൻ വേണ്ടി. ഒരു കുഴപ്പമില്ല ബ്രദറെ, കാര്യമൊക്കെ ശരിയാ ബ്രദറെ, ഞാൻ ഈ വചനമൊക്കെ പറഞ്ഞങ്ങ് തളർന്നോ ബ്രദർ, ധൈര്യമായിട്ട് വിളിച്ചു, ശീലവാക്കായിരുന്നാൽ മതി. ആമേൻ. ബലപ്പെടണം യേശുവിൻ്റെ നാമത്തിൽ, വചനത്താൽ ബലപ്പെടണം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലൊരു കൂട്ടായ്മ കണ്ടുപിടിക്കണം. അത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രധാന ഘടകമാണ്. നല്ലൊരു കൂട്ടായ്മ കണ്ടുപിടിക്കണം. ആത്മാവിൽ ആരാധിക്കുന്ന, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന, വചനത്തിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനം തരുന്ന ഒരു സഭ കണ്ടുപിടിക്കണം. അത് നിങ്ങൾ പ്രാർത്ഥിക്കണം. അവിടെയാണ് നിങ്ങളുടെ സകല അടിസ്ഥാനങ്ങളും കിടക്കുന്നത്. യോഹന്നാൻ മരുഭൂമി ചെല്ലുമ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് വലിയൊരു ആത്മാവിൻ്റെ കൂട്ടായ്മ യോഹന്നാനുണ്ട്, ദൈവാത്മാവിൻ്റെ. അപ്പോൾ കൂട്ടായ്മയുടെ പ്രത്യേകത ഞാൻ പറയും. ഇന്ന് ഞാൻ സമയം നോക്കട്ടെ, ഒന്ന് കൂടിപ്പോയെന്ന്, സമയം കയറിപ്പോയി. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് വരും ദിവസങ്ങളിൽ നമ്മൾ സ്പിരിച്വൽ വാർഫെയർ, നിങ്ങൾക്ക് ഇഷ്ടമാണോ ഈ വിഷയം, ഈ സബ്ജക്റ്റ് ഇഷ്ടമാണോ? ആത്മയുദ്ധം ഇഷ്ടമാണോ? ആമേൻ. ഇഷ്ടമാണെങ്കിൽ ഇന്ന് മുതൽ ലൂക്കോസ് ലീഹായുടെ സുവിശേഷം പയ്യെ വായിക്കാൻ തുടങ്ങിക്കോണം. പയ്യെ വായിച്ചാൽ അവൻ ധൃതി വെച്ച് തീർക്കണ്ട, പയ്യെ നമുക്ക് ഒരുമിച്ച് അങ്ങ് ഓരോ അധ്യായം ബേസ് ചെയ്ത് അങ്ങ് പോവാം. ആമേൻ. അപ്പോൾ ആത്മയുദ്ധത്തിൽ ബലപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഇന്ന് ഞാൻ ആദ്യത്തെ പടിയിൽ വന്ന് നിൽക്കുവാണ്. തന്ത്രങ്ങൾ, പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണം. അപ്പോൾ ഒന്നാമത്തെ തന്ത്രം, ദൈവം പറഞ്ഞതിന് വിപരീതമായി നിങ്ങളെ ഡൈവേർട്ട് ചെയ്ത് വിടുക, നിങ്ങളെ ദിശ മാറ്റി വിടുക. അപ്പോൾ അവൻ കാണിക്കുന്ന തന്ത്രമാണ് ഈ ഭർത്താവ് ചോദിക്കുന്നതൊക്കെ. ഈ പിള്ളേർ പറയത്തില്ല, അമ്മ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കും, ഞങ്ങൾക്ക് നാണക്കേട്. ഇത് തന്ത്രമാണ്. അയ്യോ, എൻ്റെ കൊച്ചെന്നോട് അങ്ങനെ പറഞ്ഞു, എൻ്റെ മകൻ എന്നോട് പറഞ്ഞു, ബ്രദറെ നിങ്ങൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നതെന്ന്. കണ്ടോ? മനസ്സിലാക്കിക്കോണേ, അവൻ്റെ ഹൃദയത്തെയും അവളുടെ ഹൃദയത്തെയും ഇന്നയാളുടെ ഹൃദയത്തെയും കവർന്നെടുത്തിട്ട് യൂദായെ കൊണ്ട് യേശുവിനെ ഒറ്റുകൊടുക്കാൻ നോക്കിയ ആളാണ് പിശാച്. അവനെ ഉയർത്തുവല്ല ഞാൻ, അവൻ്റെ തന്ത്രത്തെ മനസ്സിലാക്കണം, അവൻ്റെ തന്ത്രങ്ങളെ അറിയണം നിങ്ങൾ. അവൻ വന്നിട്ട് നിങ്ങളോട് പറയുകയാണ് പല സാഹചര്യം. ഒരു കാര്യം ഉറപ്പിച്ചോണം, സാഹചര്യങ്ങൾ മാറും, വചനം മാറത്തില്ല. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞ്, സാഹചര്യങ്ങളൊക്കെ മാറും, വചനം മാറത്തില്ലെന്ന് പറ. ഇന്നത്തെ അവസ്ഥയൊക്കെ മാറും പ്രിയരെ. നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന വലിയ പ്രശ്നമുണ്ടല്ലോ, അയ്യോ ബ്രദറെ ഇതെങ്ങനെ ബ്രദറെ ഇതൊക്കെ മാറും സഹോദര, ഇതൊക്കെ മാറും. പക്ഷെ വചനം അവിടെ തന്നെ നിൽക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് വചനത്തെയാണ്. വചനത്തെ നോക്കി നടക്കുക. മഴ പെയ്യുന്നതുകൊണ്ട് ആരെങ്കിലും ജോലിക്ക് പോകാൻ, അയ്യോ ഒന്ന് ഭയങ്കര മഴയാണ്, ഞാൻ ജോലിക്ക് പോകുന്നില്ല, ആരും തീരുമാനിക്കത്തില്ല അല്ലേ? മഴയല്ല നമ്മുടെ വിഷയം, ജോലിയാണ് നമ്മുടെ വിഷയം. മഴ വരും പോകും, ഈ 2 മാസം കഴിയുമ്പോഴേക്കും മഴയും വെള്ളപ്പൊക്കമൊക്കെ കൊണ്ട് മാറും, പക്ഷേ ജോലി അവിടെ തന്നെയുണ്ട്. ഇതേപോലെ തന്നെയാണ് ദൈവവചനത്തിൽ ആദ്യം ഫോക്കസ്. ഇനി ഞാൻ ഫസ്റ്റ് പടി കണ്ട് നിന്നിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത പടിയിലേക്ക് ഞാൻ നാളെ നമുക്ക് കയറാം. നമ്മൾ അടുത്തത് ആത്മാവിലുള്ള അടുത്ത സ്റ്റെപ്പിലോട്ട്, സ്പിരിച്വലി നമ്മൾ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നുള്ളത് ഭാഗത്തിലേക്ക് നമ്മൾ പോകും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആഴമായിട്ടത് മനസ്സിലാവും ഈ വിഷയം. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണം. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അപ്പോൾ ഈ ദിവസങ്ങളിൽ UK-യിൽ സെപ്റ്റംബർ മാസം, അടുത്ത മാസം നടക്കാൻ പോകുന്ന പ്രാർത്ഥന കുറച്ചും കൂടെ ഒന്ന് ശക്തിപ്പെടുത്തണം. കാരണം വലിയൊരു ഒരു വലിയൊരു പ്രവൃത്തി അവിടെ അസാധാരണമായി എനിക്ക് തോന്നുന്നത് രോഗികളെയാണ് അവിടെ കൂടുതൽ വരാൻ പോകുന്നത്. അപ്പോൾ അവിടെ കർത്താവിൻ്റെ അത്ഭുത കാര്യം നടക്കും. രോഗികൾ ഓടും, രോഗികൾ സൗഖ്യമാകും. അസാധാരണമായ പ്രൊഫറ്റിക്കൽ എൻകൗണ്ടർ ഉണ്ട്. ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരും, പ്രവചന ആലോചനകൾ വെളിപ്പെട്ടു വരും. ഈ ദിവസങ്ങളിൽ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ഈ ദിവസങ്ങളിൽ അന്യഭാഷ ഒരു സമയം ഈ ദിവസങ്ങളിൽ മാറ്റാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ UK മീറ്റിങ്ങിന് വേണ്ടി മാത്രമല്ല, യൂറോപ്യൻ മിഷന് വേണ്ടിയും ലോകം മുഴുവനും കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് എതിർക്കുന്ന രാജ്യങ്ങളിൽ അനുകൂലമായ നിയമങ്ങൾ വരാൻ വേണ്ടി പോവുക. ദൈവമക്കൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? സുവിശേഷ വിരോധികൾ സ്നാനപ്പെടാൻ വേണ്ടി പോകുക, എതിർക്കുന്നവർ രക്ഷയിലേക്ക് വരാൻ വേണ്ടി പോകുക. നിങ്ങൾ സഭ പത്രോസ്ലീഹ കാരാഗൃഹത്തിൽ കടന്നപ്പോഴേക്കും സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവിടെ കാരാഗൃഹത്തിൽ ദൂതൻ ഇറങ്ങിയെന്നാണ് പറഞ്ഞത്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൂതന്മാരിറങ്ങും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എനിക്ക് ഒരു പ്രയർ വാരിയേഴ്സിനെ ആവശ്യമുണ്ട്.
ആഗ്രഹമുള്ളവർ, ഇനി ആരുമില്ലേലും ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കും. ആഗ്രഹമുള്ളവർക്ക് പങ്കുചേരാൻ അതിൻ്റെ പ്രതിഫലമുണ്ട്, ചുമ്മാ നല്ല പ്രതിഫലം സ്വർഗം തരും. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പല പട്ടണങ്ങളിൽ പ്രാർത്ഥനകൾ ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങൾ വ്യക്തിപരമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ബ്രദറിനെ ശക്തമായി ഓടിക്കണം, രാജ്യങ്ങളിൽ ഓടിക്കണം, പ്രയോജനപ്പെടണം. അത് തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്നെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവേ, കർത്താവിൻ്റെ കൃപ. നാളെ നമ്മുടെ പ്രാർത്ഥന യൂട്യൂബിൽ, നാളെ മാത്രം യൂട്യൂബിലാണ്. യേശുവേ നന്ദി കർത്താവേ. സൺഡേ നമുക്ക് പ്രാർത്ഥനയുണ്ട്, നിങ്ങൾക്കറിയാലോ, ലിങ്കുകൾ വരും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു ഷെറീഫ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കും. ഷെറീഫ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുമായിട്ട് കുറച്ച് നാൾക്ക് മുമ്പ് ഒരിടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളവിടെ സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥ കർത്താവ് എന്നെ കാണിക്കുക. ഷെറീഫുമായിട്ട് ബന്ധപ്പെട്ട് അതിങ്ങനെ സ്റ്റക്കായി നിൽക്കുക. ഷെറീഫുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു ഇടപാടാണ്, പക്ഷെ അത് ഇപ്പം മൂവ് ചെയ്യാതെ സ്റ്റക്കായി നിൽക്കുക. തമ്പുരാൻ ആ വിഷയത്തിൻ്റെ മേൽ ഇടപെടാൻ വേണ്ടി പോകുന്നു. ബ്രദറെ, ഞാനാണ്, ഞങ്ങളാ. സിസ്റ്റർ എന്നായിരുന്നു വിഷയം? പറഞ്ഞു, കട്ടായിപ്പോയോ? ഷെറീഫുമായിട്ടുള്ള വിഷയം ആരായിരുന്നു ഇപ്പോൾ പറഞ്ഞതെന്ന് ഞാനിപ്പോൾ ഇവിടെ എൻ്റെ മൈക്ക് കട്ടായി പോകേണ്ടോട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാഞ്ഞ. ബ്രദറെ, ഞങ്ങളാ. ആ, എന്നായിരുന്നു സിസ്റ്റർ വിഷയം? ഒരു പ്രോപ്പർട്ടിയുടെ സെയിലിന് വേണ്ടിയായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫണ്ട് തരാമെന്ന് പറഞ്ഞ് അവർക്കും ബിസിനസ് നടന്നില്ല. അപ്പം അതിന് ഇച്ചിരി ഡിലേ വന്നുകൊണ്ടിരിക്കുക. ഇതാരീ ഷെറീഫ് എന്ന് പറഞ്ഞ ആളാരാ? അപ്പം എടുക്കുന്ന ആളാണോ? അതെ, നമ്മുടെ സ്ഥലം എടുക്കുന്ന ആളാ. ഓ, ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ആ വിഷയത്തിൻ്റെ മേൽ കർത്താവ് ഇടപെടാൻ വേണ്ടി. സിസ്റ്ററെ, ഈ വിഷയം എന്നോട് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങൾ ഇന്ന് നമ്മുടെ നന്മ നഷ്ടപ്പെടുത്തി പോകാൻ വേണ്ടി ഇതിൻ്റെ ഇടയ്ക്ക് പിശാച് ഒരു തന്ത്രം ഉപയോഗിച്ചു. ഇന്ന് ആ തന്ത്രത്തെ തമ്പുരാൻ വെട്ടി നീക്കിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമാക്കി ദൈവം മാറ്റാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ആത്മാവിൽ ആ പ്രവചന ആലോചനകളെ സ്വീകരിക്കുവാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് ഒരുക്കിക്കേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. ഞങ്ങളിന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പോൾ ദൈവാത്മാവെ അങ്ങ് സഹായിക്കുന്നല്ലോ, ദൈവാത്മാവെ അങ്ങ് സഹായിക്കുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു ഒരു ഒരു പട്ടണത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഞാൻ ഈ നമ്മുടെ കുത്തബ് മിനാർ ഉണ്ടല്ലോ, നമ്മുടെ ഇന്ത്യയിലുള്ള ആ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടൊരു ഫോട്ടോ എടുത്ത് ആ സ്ഥലത്ത് കുത്തബ് മിനാർ നിൽക്കുന്ന അതേ സ്ഥലത്ത് കുറേ കാലങ്ങളായിട്ട് സ്റ്റേ ചെയ്ത ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുക. എന്നാൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു ഈ ആഷ് എന്ന് പറഞ്ഞാൽ അത്ര ഇതായിട്ടുള്ളതല്ല, ഒരു പെട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുന്നൊരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുവാണ്. അതിൻ്റെ അകത്തുനിന്ന് തുറക്കുമ്പോൾ ഞാനൊരു ആത്മീയ ദർശനം കാണുവാണ്. അത് തുറക്കുമ്പോൾ പലപ്പോഴും ശൂന്യമാണ്. അത് അടച്ചു വെക്കുമ്പോൾ അതിലൊരു ആത്മീയ കാഴ്ച ഇത് കേട്ടോ, ലിറ്ററലി ഉള്ളതല്ല, ആത്മീയ കാഴ്ചയാണിത്. അതിൻ്റെ അകത്ത് പലപ്പോഴും അടഞ്ഞിരിക്കുമ്പോൾ നന്മയും, തുറക്കുമ്പോൾ പലപ്പോഴും ശൂന്യമായി നിൽക്കുന്ന ഒരവസ്ഥയാണിത് കാണുന്നത്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് സൂമിലോ ലൈവിലോ ഇന്ന് തന്നെ ആ വ്യക്തി കേൾക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. ഇന്ന് കയറിക്കൂടിയ സകല പിശാചിൻ്റെ തന്ത്രങ്ങളും തമ്പുരാൻ ഇന്ന് വെട്ടി മാറ്റാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ പറഞ്ഞ് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണം. കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ നിറയ്ക്കുന്നൊരു ദൈവമുണ്ട്, ശൂന്യമായ പടകുകളെ നിറയ്ക്കുന്നൊരു ദൈവമുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് ഞാനിത് റിലീസ് ചെയ്യുന്നപ്പാ. കർത്താവ് പറയാൻ വേണ്ടിയാണ് സ്ട്രീം മ്യൂട്ട് മാറ്റിയത്. നിങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്നവരെ ഒന്ന് ശ്രദ്ധിച്ചോണേ. സിസ്റ്ററെ പറയാൻ വേണ്ടിയാണ് ആമേൻ പറയുന്നത്. അതോ അതെ, സിസ്റ്റർ പറഞ്ഞ പോലെയാണ് കേട്ടത്. ഞങ്ങള് കുറെ നാൾ അവിടെ താമസിച്ചായിരുന്നു. കുത്തുബ് മിനാർ. ഒരു മിനിറ്റ്, ഈ സിസ്റ്ററുടെ പേരിന് എഴുതിയേക്കുന്നത് ആനീസ്.
ഈ ആനീസ് എന്നുള്ള സിസ്റ്റർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ബാക്കി എല്ലാവരെയും ഒന്ന് മ്യൂട്ട് ചെയ്തേ. അനാവശ്യമായിട്ട് സംസാരിക്കുന്നവർ വളരെ സൂക്ഷിക്കണവേ. പിശാചിൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകരുതേ. സിസ്റ്ററെ, ഈ പറഞ്ഞ പോലെ സിസ്റ്ററെ, ഞാൻ കണ്ട ആത്മീയ ദർശനമായിട്ട് ഒരു പെട്ടി, അത് അടയ്ക്കുമ്പോൾ അതിന് നന്മയുണ്ട്, പക്ഷെ തുറക്കുമ്പോൾ ശൂന്യമാണ്. ഇത് ദർശനമാണ്. എൻ്റെ ഈ പറയുന്ന സ്ഥലത്ത് സിസ്റ്റർ പോയിട്ടുണ്ടായിരുന്നോ? ഞങ്ങൾ ഒത്തിരി നാൾ അവിടെ താമസിച്ചു. ഒരു 10-20 വർഷത്തോളം താമസിച്ചു അവിടെ. 20 വർഷം താമസിച്ചല്ലേ? ഞാൻ കാണുന്ന ഒരു കാഴ്ച. പറഞ്ഞു. ഇപ്പൊ മോനൊരു പ്രശ്നം വന്നു. അപ്പൊ അത് ഞങ്ങൾ അങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പിശാചിൻ്റെ കുരുക്ക് കേട്ടോ. സിസ്റ്റർ, ഇവിടെ നിങ്ങൾ ഈ സ്ഥലത്ത് പോയതോ ഇവിടെ ജോലി ചെയ്ത കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, മോന്റെ കാര്യം റിക്വസ്റ്റ് ആയിട്ടായിരുന്നു. ഇല്ല ഒന്നും ഇത് ഡീറ്റെയിൽ ഈ കാര്യം എല്ലാം പറഞ്ഞാണ് പ്രയർ റിക്വസ്റ്റ് ഇട്ടത്? ഇല്ല മോന് ഞങ്ങൾ അവിടുന്ന് പോന്നിട്ട് ഇപ്പം 4 വർഷമായി. പിന്നെ അത് കഴിഞ്ഞ മോന്റെ കല്യാണം കഴിഞ്ഞപ്പോഴാ പിന്നെ വൈഫ് വിഷയം പറയണ്ട. ഇന്ന് ആ വിഷയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇന്നലെ കർത്താവ് ആ ദർശനം, ഞാൻ ആ സ്ഥലം, അപ്പം ഞാൻ ഓർത്ത് ഈ സ്ഥലം എന്തെങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ആ സ്ഥലത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടൊരു വ്യക്തി, ആ വ്യക്തിയുടെ കുടുംബത്തിൽ കയറിക്കൂടിയ പിശാചിൻ്റെ തന്ത്രം, ഇന്ന് തലമുറയെ കയറി പിടിച്ച് അവൻ്റെ ജീവിതത്തെ നശിപ്പിക്കാൻ നോക്കുന്ന പിശാചിൻ്റെ നുഖത്തെ ഞങ്ങൾ ഉടയ്ക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ്. പിശാചിൻ്റെ പ്രവർത്തികളെ അഴിക്കാനാണ് യേശു വന്നത്. ഇന്ന് സ്പിരിച്വൽ വാർഫെയർ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നപ്പ ഇൻ ദ നെയിം. അവൻ്റെ തന്ത്രങ്ങളെ ആത്മാവിൽ വെട്ടുന്നപ്പ തലമുറ ദൈവം തരുന്ന അവകാശമാണ്. മക്കൾ യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുന്നവരാണ്. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ നന്മയെ റിലീസ് ചെയ്യുന്നപ്പോൾ സാക്ഷ്യമായി തീരട്ടെ. താങ്ക് യു ജീസസ്. ഞാൻ ഈ സ്പെയിൻ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട്, ഈ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് കണക്ഷനുള്ള ഒരു കുടുംബത്തെ കർത്താവിനെ കാണിക്കും. സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്ത് ഞാനത് കാണുന്നൊരു കാഴ്ച, അവിടെ ഒരു വ്യക്തിയെ കാണിക്കുന്നു. ഞാൻ അതിൻ്റെ അകത്ത് ഒരു ആൻ്റണി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആ കാണുന്ന കുടുംബത്തിന് വേണ്ടി ദൈവം ഒരു സാക്ഷ്യത്തിന് വേണ്ടി അയക്കാൻ വേണ്ടി പോവാന്നാണ് പറയുന്നത്. ആൻ്റണി ആ ഭവനത്തിൻ്റെ നട കയറി വരും. യേശുവേ, ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി പോവാന്നാണ് പറയുന്നത്. ഇന്ന് ആ സ്പെയിനിൽ രാജ്യമായിട്ട് കണക്ഷനുള്ള വ്യക്തി ഏതാണോ, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പറയാൻ വേണ്ടി വരുന്നവരെ നിങ്ങൾ മ്യൂട്ട് ചെയ്യണ്ട. ജസ്റ്റ് ഈ ബഹളം വെക്കുന്നവരെ മാത്രം നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്താൽ മതിയേ. അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്, യേശുവിൻ്റെ നാമത്തിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ പ്രവർത്തിക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. സൂമിലോ യൂട്യൂബിലോ ആ കുടുംബം എന്നെ കേൾക്കുന്നുവെങ്കിൽ കർത്താവ് നിന്ദകളെ ദൈവം എടുത്ത് മാറ്റാൻ വേണ്ടി പോകട്ടോ. ദൈവം ഇന്ന് വലിയൊരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. ആമേൻ പറഞ്ഞ ആലോചനയെ സ്വീകരിച്ചു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നപ്പാ. താങ്ക് യു ജീസസ്. നിങ്ങൾ ഹോസ്റ്റ് ചെയ്യുമ്പോൾ നോക്കണേ, പറയാൻ വരുന്നവരെയും കൂടെ നിങ്ങൾ മ്യൂട്ട് ചെയ്യരുതേ, ശ്രദ്ധിച്ചോണേ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ വന്നത്. എന്റെ ചേട്ടന്റെ മോന് സ്പെയിനിലാ ജോലി. അവന്റെ കുടുംബജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഡിവോഴ്സിന്റെ വക്കില മകൻ ഒരു ആന്റണി എന്ന് പറഞ്ഞൊരു ആന്റണി എന്ന് പറയുന്നൊരു വ്യക്തി ഭവനത്തിലോട്ട് കയറി വരാൻ വേണ്ടി പോവാ. നിങ്ങളുടെ ആ കുടുംബത്തിൽ ആന്റണി ചിലപ്പം ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന മധ്യസ്ഥനായിരിക്കാം, ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ദൈവം അയക്കുന്ന ആളായിരിക്കാം, ഇവരുമായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്ന ആളായിരിക്കാം. ഈ ആലോചന അവർക്ക് അയച്ചു കൊടുത്തോണം. തകർന്നു പോകുവാൻ പിശാചിട്ടിരിക്കുന്ന തന്ത്രങ്ങളെ, മുറിഞ്ഞു പോകുവാൻ നോക്കുന്ന തന്ത്രങ്ങളെ തമ്പുരാനിന്ന് എടുത്ത് മാറ്റുവാണ്, സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാ. നന്ദി യേശു. അവരോട് പറയണം കേട്ടോ, യേശു വലിയ പ്രവർത്തികളെ ചെയ്യും. താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവെ, ഞങ്ങളിപ്പോൾ തുറന്ന് പ്രാർത്ഥിക്കുന്നവ രോഗസൗഖ്യം ആഗ്രഹിക്കുന്നവരെല്ലാം കൈയെടുത്ത് വെച്ച്, അത്ഭുത രോഗസൗഖ്യം ആഗ്രഹിക്കുന്നവർ, ഇന്നെനിക്ക് സൗഖ്യം വേണം എന്ന് പറയുന്നവർ കൈയെടുത്ത് വെച്ച് ഇന്നത്തെ രോഗത്തോട് പറഞ്ഞ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, രോഗബന്ധനം ഇപ്പോൾ എന്നെ വിട്ട് അഴിയുക. ആ വേദനകൾ, ഇപ്പോൾ വേദനയുള്ള ഭാഗത്ത് കൈവച്ച്, മുഴകയുള്ളിടത്ത് ഭാഗത്ത് കൈവച്ച്, ഇനി ക്യാൻസറിലോട് നിങ്ങൾ ഭാരപ്പെടുന്ന വ്യക്തിയാണോ, കൈയെടുത്ത് വെച്ചു. ക്യാൻസറിൻ്റെ എല്ലാ സെല്ലുകളും കത്തിപ്പോകാൻ വേണ്ടി പോവുക. യേശുവേ, ശക്തി വ്യാപരിക്കുന്നല്ലോ, ശക്തി വ്യാപരിക്കുന്നല്ലോ. കർത്താവെ, അങ്ങയുടെ അടിപ്പിടലുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു.
അങ്ങയുടെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. എന്നോട് കർത്താവ് പറഞ്ഞ ഒരു സഹോദരിമാരാണ്, രണ്ട് പേരാണ്. ഒന്ന് രേഷ്മയും ഗ്രീഷ്മയും, 2 പേര് സഹോദരിമാരുടെ പേര് കർത്താവ് എന്നെ കാണിക്കുക. രേഷ്മയും ഗ്രീഷ്മയും ഉള്ള ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം എൻ്റെ ഉള്ളത്തിൽ പറയുന്നു. ആ 2 തലമുറകൾക്കും വേണ്ടി ഞാൻ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അവർ അത്ഭുതമാകും. അവരുടെ വളർച്ചയിൽ, അവരുടെ ഭാവിയിൽ ഒക്കെയും ദൈവീകമായി പറഞ്ഞു പറയാമെന്നാണോ? ഓ യേശുവേ, ഞാൻ എല്ലാവരെയും മ്യൂട്ട് ചെയ്യുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി കർത്താവേ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവേ, ഇന്ന് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾക്കായി സ്തുതിക്കുന്നപ്പാ. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും എന്ന വചനത്താൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ഓരോ വ്യക്തികളുടെ മേൽ ദൈവികമായിട്ടുള്ള ഭാവിയെ തുറക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങൾ വെയിറ്റിംഗ് റൂമിലോട്ട് ആരെയും മാറ്റരുതേ, അങ്ങനെ ചെയ്യരുതേ. വെയിറ്റിംഗ് റൂമിലോട്ട് ഇടരുതേ. മൈക്ക് മ്യൂട്ട് മാറ്റിയാൽ മതി. ആരെയും വെയിറ്റിംഗ് റൂമിലോട്ട് മാറ്റരുതേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമുക്ക് ദീർഘക്ഷമ വളരെ ആവശ്യമാണ്. നിങ്ങൾ ഹോസ്റ്റ് ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കണം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി കർത്താവേ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ, വൻ കാര്യങ്ങൾക്കായി നന്ദി പറയുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ, ചെമ്മണ്ണെന്ന് എന്തൊരു അങ്ങനെ ഒരു പേര് ചെമ്മണ്ണെന്ന് കൂട്ടിയൊരു പേര് ഞാൻ കേൾക്കുക. പക്ഷെ അതൊരു സ്ഥലപ്പേരല്ല, വീട്ടുപേരിൻ്റെ ഒരു ആരംഭമായിട്ട്, ചെമ്മണ്ണെന്നുള്ള വീട്ടുപേരിൻ്റെ ഒരു ആരംഭം പോലെ ഞാൻ കേൾക്കുവാണ്. അങ്ങനെ ഒരു വീട്ടുപേരാണ് ഞാൻ കേൾക്കുന്നത്, സ്ഥലമല്ല കേട്ടോ. ചെമ്മണ്ണെന്ന് തുടങ്ങുന്ന ബാക്കി എനിക്ക് കാണാൻ പറ്റുന്നില്ല, അതിൻ്റെ ആരംഭമാണ് ഞാൻ കാണുന്നത്. ആ കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. അവിടെ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ഇടപെടിയിൽ ഉണ്ടാകുമെന്ന് കർത്താവ് പറയുന്നു. ആ കുടുംബത്തിൻ്റെ അകത്ത് തലമുറകൾ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ് വാദിച്ച് അതിൻ്റെ മേൽ ഇട്ടിരിക്കുന്നതിനെ ഇന്ന് കർത്താവ് അത് പൊട്ടിക്കുവാണ്. ദൈവം നിങ്ങളുടെ തലമുറകളെ മാനിക്കും, ദൈവം നിങ്ങളുടെ തലമുറകളെ ഉയർത്തുമെന്ന് പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പം അത്ഭുത സാക്ഷ്യമായി തീരട്ടെ. അത്ഭുത സാക്ഷ്യമായി സ്വർഗത്തിൻ്റെ ദൈവം തീർത്തട്ടെ. നന്മയായി, സാക്ഷ്യമായി, ഉയർച്ചയായി കർത്താവിൻ്റെ അത്ഭുതമായി തീരട്ടെ. നന്ദി യേശുവേ, നന്ദി പരിശുദ്ധാത്മാവേ. കൃപ വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ ഞങ്ങളിന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. അതോടൊപ്പം തന്നെ കാരിക്കോട് എന്ന് പറയുന്ന ഒരു പേര് ഞാൻ കാണും. കാരിക്കോട് എന്ന് പറഞ്ഞൊരു പേര് കാണുക. അങ്ങനെ ഒരു പേരുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ ഒരു ഷൈജു എന്നൊരു പേരും കൂടി, കാരിക്കോടും ഷൈജു എന്നും കൂടെ 2 പേരുകൾ കാണിക്കുവാണ്. ദൈവം ഇന്ന് ഇതിന് മേൽ ഒരു പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടി പോകുന്നെന്ന് പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദുഷ്ടൻ്റെ ആശ നശിച്ചു പോകും, അവൻ പല്ല് കടിച്ചുരുകിപ്പോകും. ഈ സമയത്ത് രോഗശക്തികൾ വിട്ടുമാറുന്നു. ഓ ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒരു ചുവന്ന കളറിലെ പൗച്ചിൻ്റെ അകത്ത് പാസ്പോർട്ട് ഇട്ടിരിക്കുന്ന വ്യക്തിക്കോട് കർത്താവ് ഇങ്ങനെ, ചുവന്ന കളറിലെ പൗച്ചാണ്, ആ പൗച്ചിൻ്റെ അകത്ത് പാസ്പോർട്ട് ഇട്ടിരിക്കുന്ന വ്യക്തിയോട് കർത്താവ് പറയും, അതിൻ്റെ അകത്ത് 29 ഈ നമ്പർ എവിടെയോ കിടപ്പുണ്ട്. 29 ഇത് കിടക്കുന്നത് ചുമന്ന ഒരു പൗച്ചിൻ്റെ അകത്താണ്. ആ വ്യക്തിയുടെ കർത്താവ് അത് കൈയെടുത്ത് വെച്ച് അതിൻ്റെ മേൽ പ്രാർത്ഥിച്ചു. വലിയൊരു യാത്രയ്ക്ക് വേണ്ടി തമ്പുരാൻ ഒരുക്കാൻ വേണ്ടി പോവാണ്. രാജ്യങ്ങളുടെ നന്മ കാണും. ഓ യേശുവേ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നോട് പറയുന്നു, ആൻഡ്രൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ ദൈവം തൊടുവാൻ, അടഞ്ഞ ഭാവിയെ സ്വർഗം തുറക്കുക. നന്ദി യേശുവേ, നന്ദി പിതാവേ. ഓരോരുത്തരെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അവർ അതിരുകൾ വിസ്താരമാകുന്നല്ലോ. രോഗശക്തികൾ ഇപ്പോൾ തന്നെ വിട്ടുമാറുന്നു. കൈവച്ച് അത്ഭുതം നിങ്ങളുടെ അവകാശമാണ്. നടക്കാൻ കഴിയാത്തവർ എന്നെ കേൾക്കുന്നുവെങ്കിൽ ഉറക്കെ വിളിച്ചു പറ, എൻ്റെ യേശു വില കൊടുത്തതാ. ഞാൻ ഓടി നടന്ന് സുവിശേഷം പറയും. തീരുമാനമെടുത്തേ, ഞാൻ ഓടി നടന്ന് സുവിശേഷം പറയും. ഞാൻ നടക്കും, ഞാൻ ഓടും, യേശുവിന് വേണ്ടി ഞാൻ ഓടും, ഞാൻ നടക്കും എന്ന് പറ. വേദനകൾ വിട്ടുമാറുക.
യേശുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം, സൗഖ്യം എൻ്റെ അവകാശം. അങ്ങനെ എന്താ പറഞ്ഞത്? സൗഖ്യം എൻ്റെ അവകാശമാണ്. വേദന ഇല്ലാത്ത ശരീരം എൻ്റെ അവകാശമാണ്. പൂർണ്ണമായ കാഴ്ച എൻ്റെ അവകാശമാണ്. പൂർണ്ണമായ കേൾവി എൻ്റെ അവകാശമാണ്. പൂർണ്ണമായ സംസാരം എൻ്റെ അവകാശമാണ്. പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം എൻ്റെ അവകാശമാണ്. ഓ യേശുവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, പരിശുദ്ധാത്മാവെ അങ്ങ് സൗഖ്യമാക്കുന്ന കർത്താവാണല്ലോ. അങ്ങ് ഇവരുടെ മേൽ വ്യാപരിക്കുന്നല്ലോ, തീ പോലെ കത്തുന്നല്ലോ, തീ പോലെ കത്തുന്നല്ലോ. അഭിഷേകത്തിൻ്റെ ശക്തി കർത്താവെ ഇപ്പോൾ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ അത്ഭുതകരമായ വിടുതൽ, അത്ഭുതകരമായ വിടുതൽ സംഭവിക്കുന്നു, വിടുതൽ സംഭവിക്കുന്നു, അസാധാരണമായ സൗഖ്യം സംഭവിക്കുന്നു. കടഭാരങ്ങൾ തകർന്നു മാറുന്നു, നന്മ തുറക്കുന്നു, മിറക്കിൾ മണി ഓപ്പണായി വരുന്നു. യേശുവിൻ്റെ നാമത്തിൽ സകല ബന്ധനങ്ങളും അഴിയട്ടെ, സകല പ്രതികൂലങ്ങളും മാറട്ടെ, സകല പ്രതിസന്ധികളും നീങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ, സമാധാനം ഉണ്ടാകട്ടെ, സൗഖ്യം നടക്കട്ടെ. യേശുവിൻ്റെ മുറിവിനാൽ, പറ, യേശുവിൻ്റെ മുറിവിനാൽ എൻ്റെ രോഗം ഇപ്പോൾ സൗഖ്യമാകുന്നു. ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത വേദന അവിടെ ഇല്ല കേട്ടോ. ആ രോഗം അവിടെ നിന്ന് മാറുക. ശരീരത്തിൽ ചില മുഴകൾ അപ്രതീക്ഷമാകുക. താങ്ക് യു ജീസസ്. ആ വേദനകൾ എറിഞ്ഞു മാറിക്കളയുന്നു. കർത്താവ് ചലിക്കാത്ത കൈകൾ ചലിക്കുന്നു. ബ്ലഡിലെ ഷുഗറുകൾ, എല്ലാ വിധമാകുന്ന രോഗബന്ധനങ്ങൾ നോർമൽ കണ്ടീഷനിലേക്ക് നിങ്ങൾ ഇപ്പോൾ വരിക. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. ഇത് വേറെ ഒന്നും എനിക്ക് കേൾക്കണ്ട. ഇതെല്ലാം തന്ത്രങ്ങളാണ്, എല്ലാം തന്ത്രങ്ങളാണ്. അതിനെല്ലാം ഞങ്ങൾ ആത്മാവിൽ വെട്ടി മാറ്റുന്നു. നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ. വലിയ കൃപയ്ക്കായി സ്തുതി, വലിയ കൃപയ്ക്കായി സ്തുതി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർക്ക് പറയാനുള്ള സമയമാണ്. ഞാൻ അതിന് മുമ്പായിട്ട് കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നന്മ കൊണ്ട് ഇന്ന് കാണുവാൻ ദൈവനാമത്തിൽ വിതച്ചവരെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. നിങ്ങളുടെ ജോലിയെ ഞാൻ അനുഗ്രഹിക്കുന്നു, ബിസിനസ്സിനെ അനുഗ്രഹിക്കുന്നു. വായ്പ മേടിക്കത്തില്ല കേട്ടോ, വാരി വിതറി കൊടുക്കുക. എത്ര ശത്രു നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാലും നിങ്ങൾ തഴച്ചു വളരും. യഹോവ നിങ്ങളുടെ കളപ്പുരകളെയും നിങ്ങൾ തൊടുന്നോടത്തെല്ലാം അനുഗ്രഹത്തെ കൽപ്പിച്ചിരിക്കുന്നു. കർത്താവ് ഞാൻ ബ്ലസ് ചെയ്യുമ്പോൾ തന്നെ അവരുടെ നന്മ വർദ്ധിക്കട്ടെ, അവരുടെ വിധ പോലെ വർദ്ധിക്കട്ടെ, പെരുകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരു ഫിനാൻസ് കുരുക്കിലും അവർ വീഴത്തില്ല, ഒരു സാമ്പത്തിക തകർച്ചയിൽ അവർ വീഴത്തില്ല. നന്മ കൊണ്ട് തൃപ്തി, ഒരു പൈസ പോലും നഷ്ടപ്പെട്ടു പോകത്തില്ല. നിൻ്റെ അധ്വാനം നീ തന്നെ ഭക്ഷിക്കും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വന്നിരിക്കുന്നുള്ള വചനത്താൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ അത്ഭുത സാക്ഷ്യമായി സ്വർഗം മാറ്റുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നപ്പോൾ, അത്ഭുത സാക്ഷ്യമായി സ്വർഗം മാറ്റുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നപ്പോൾ, യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. അങ്ങ് തൊട്ട് വിടുവിക്കുന്ന കൃപയ്ക്ക് നന്ദി, അങ്ങ് അത്ഭുതം ചെയ്യുന്ന കൃപയ്ക്ക് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ ദൈവം എന്താണ് നിങ്ങൾക്ക് ചെയ്തത്, ചുരുക്കം വാക്കുകളിൽ എൻ്റെ കൂടെ എന്ന് പറഞ്ഞാട്ടെ. കർത്താവ് എന്താണ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് കഴിഞ്ഞത്, എന്താണോ ദൈവം നിങ്ങൾക്ക് പ്രവർത്തിച്ച് കഴിഞ്ഞ ആ കാര്യം മാത്രം ഒന്ന് പറഞ്ഞാട്ടെ. സാക്ഷ്യങ്ങളാൽ ദൈവം നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഉള്ളവരാരും പ്രാർത്ഥന വിഷയമല്ല, സാക്ഷ്യം ഒന്ന് പറഞ്ഞാട്ടെ. ഹലോ, പ്രൈസ് ലോർഡ് ബ്രദറെ. പറഞ്ഞു സിസ്റ്ററെ. ബ്രദർ ഇപ്പൊ ഒരു പാസ്പോർട്ട് നമ്പർ പറഞ്ഞായിരുന്നു. പാസ്പോർട്ടിനകത്ത് 29 എന്ന് കാണിക്കുന്നു ബ്രദറെ. അത് ചുമന്ന ഇതിൽ വെച്ചേക്കുന്നെന്ന്. അത് എന്റെ മോളുടെ പാസ്പോർട്ടാ ബ്രദറെ. ഏറ്റെടുത്ത എന്താ ബ്രദറെ പറഞ്ഞു? സൗണ്ട് എന്റെ മോളുടെ പാസ്പോർട്ടാ ബ്രദറെ. മോളൊരു പേപ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്കുവാ ബ്രദറെ, മോൾക്ക് ജർമ്മനിക്ക് പോകാൻ വേണ്ടി. അപ്പം അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ബ്രദറെ. ദൈവം അത്ഭുതമാക്കി മാറ്റി സിസ്റ്റർ കേട്ടോ. ആമേൻ, സാക്ഷ്യമാക്കി തമ്പുരാൻ മാറ്റും. ഏറ്റെടുത്തു, കൈ വെച്ച് ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ. ബ്രദറെ ഞാനൊരു സാക്ഷ്യം പറഞ്ഞോട്ടെ. പറഞ്ഞു. ഓളിയം കുറവാണോ? ഓളി ഒത്തിരി കുറവായിട്ട് വോളിയം കുറവാ ബ്രദറെ. ഇത്ര നേരം ഓളിയം കുറവാ. സൗണ്ട് ഇപ്പോഴെങ്ങനെയുണ്ട് ഓളിയം? വോളിയം കൂടുതലുണ്ട്, ഓഡിയൻസിന്റെ വോളിയം കൂടുതൽ. എന്നാ ഓക്കെ, പറഞ്ഞു, സാക്ഷ്യം പറഞ്ഞു. ബ്രദറെ എനിക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച എന്റെ കാതിൽ നിന്നൊരു കമ്മല് കളഞ്ഞുപോയത് കൃഷി ചെയ്തെടുത്തായിരുന്നു. ഇതെവിടാന്നൊന്നും അറിയത്തില്ല. വ്യാഴവും വെള്ളിയും തിരക്കി, ശനിയും തിരക്കി, കിട്ടിയില്ല. ഞാൻ തൊട്ടിലും എല്ലാം പോയി, എന്റെ എങ്ങനൊക്കെയോ എല്ലാം നോക്കാവുന്ന എല്ലാം നോക്കി. ലാസ്റ്റ് ഞായറാഴ്ച ഞാൻ ചർച്ചിൽ പോയപ്പോ അവിടെ പോയി പ്രാർത്ഥിച്ചു.
എന്നിട്ട് ഞാൻ അന്നേരം പറഞ്ഞുകൊണ്ട് നടന്നു, നിന്റെ കർത്താവ് എനിക്ക് തിരിച്ചു തന്നു. എല്ലാരോടും പോയെന്ന് ആരോടും പറഞ്ഞില്ല. എല്ലാരോടും പറഞ്ഞ് എന്റെ കാലേന്ന് ഒടിഞ്ഞു പോയി, അത് എടുത്തു വെച്ചേക്കുവാ, ശരിയാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൊണ്ടുപോയി ഒരെണ്ണം കൊടുത്ത് അതിൽ കൂടി ഇച്ചിരി പൈസയും കൂടെ കൊടുക്കേണ്ടി വന്ന്, കൈ കിടന്ന മോതിരമൊക്കെ കൊടുത്ത് പകരത്തിന് മാറി മേടിച്ചുകൊണ്ട് വന്നു. അന്നും കണ്ടില്ല, പിറ്റേന്ന് കണ്ടില്ല. ചൊവ്വാഴ്ച ഞാൻ വീട്ടിൽ നിന്ന് തിരിച്ച് കൊല്ലത്ത് മോളെടുത്ത് വരും. അപ്പോഴും ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, തമ്പുരാനെ നാളെ ഞാൻ പോയതിന് ഞാൻ 4-5 മാസം കഴിയും തരാൻ, എനിക്ക് എന്റെ സാധനം കിട്ടത്തില്ലല്ലോ. അങ്ങനെ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. ഞാൻ വചനം പറഞ്ഞ് ഞാൻ പറഞ്ഞു, എന്റെ തമ്പുരാൻ എനിക്ക് തന്നു, അതെനിക്ക് തിരിച്ച് തന്നു എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു. രാത്രി 7 മണിയായി. അപ്പോഴെന്റെ ചേച്ചി വിളിച്ചിട്ട് പയറിന്റെ കാര്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയ്യോ ഒരു ഉണക്കപ്പയർ പറിച്ച് ഞാൻ പോക്കറ്റിൽ ഇട്ടായിരുന്നു ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ കത്രിക്കായും പയറും ഒക്കെ പോക്കറ്റിൽ പറിച്ചിട്ട്, പക്ഷെ ഇതെല്ലാം പോക്കറ്റിൽ നിന്ന് എടുക്കുകയും ചെയ്ത്. ഈ പയർ എന്റെ പോക്കറ്റിൽ നിന്ന് കളഞ്ഞു പോയി. പിന്നെ എടുക്കാൻ ചെന്നപ്പോ ഇല്ല. ഉടുപ്പ് കത്തിക്കാനെ കൊണ്ട് എടുത്തിട്ട് ഉടുപ്പ് വെളിയിൽ, അതെല്ലാം മണ്ണായി പോയി. അത് കത്തിച്ച് കളഞ്ഞിട്ട് വരാനിട്ടേ ഞാൻ ചെന്ന് ഈ പയറ് തപ്പിയപ്പം എന്റെ ഉടുപ്പിന്റെ പോക്കറ്റിൽ കിടന്നത് എന്റെ കമ്മൽ. 4 ദിവസം എല്ലായിടവും തിരക്കി എല്ലാം ഇതാക്കിയിട്ട് ഒന്നും, ഞാൻ ആ ഉടുപ്പ് കഴുകുകയും ചെയ്ത് എല്ലാം ചെയ്തയാ, എന്നിട്ടും അത് പോയില്ല. 4-ാമത്തെ ദിവസം എനിക്ക് ചൊവ്വാഴ്ച ഇടന്ന് തിരിച്ചു കിട്ടി. ഞാനത് കൊണ്ടുപോയി ബുധനാഴ്ച കൊണ്ടുവന്ന് ഞാൻ ഇവിടെ തിരിച്ച് ഞാൻ കൊല്ലത്ത് വന്ന്, എനിക്ക് ഞാൻ ഞായറാഴ്ച ഞാൻ ഒറ്റയ്ക്കാ പോകുന്നത്, ഖത്തറിൽ പോവുക. എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും എനിക്ക് സിസ്റ്റർ, ഭയങ്കര അത്ഭുതമാണിത്. കാരണം വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ സ്വർണ്ണമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ അധ്വാനം എപ്പോഴും നിങ്ങൾ തന്നെ ഇത് വലിയൊരു സാക്ഷ്യമാണ്. നഷ്ടപ്പെട്ടു പോകേണ്ട സാധനത്തിന് കറക്റ്റ് സമയത്ത് ആ സഹോദരി വിളിച്ചത് ഓർപ്പിക്കുകയും ആ കാര്യങ്ങളെ ഗൈഡ് ചെയ്യുകയും അത് കിട്ടുവാനും ഇടയായി തീർന്നു. ചെറിയ കാര്യമല്ല. നിങ്ങൾ വചനം പറയുമ്പോൾ നമ്മുടെ ഒരു നന്മയും നഷ്ടപ്പെടുത്തി പോകാൻ ദൈവം സമ്മതിക്കത്തില്ല എന്നുള്ളതിൽ തെളിവാണ് ഈ സാക്ഷ്യങ്ങൾ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ധൈര്യമായിട്ട് പൊക്കോ, യേശുവും ദൂതന്മാരും കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ അപ്പോൾ തന്നെ സിസ്റ്ററിനെ വിളിച്ച് പറഞ്ഞു, അജിത സിസ്റ്ററിനെ വിളിച്ച് പറഞ്ഞു, ഞാൻ എന്റെ കമ്മലിന്റെ ഇത് കെട്ടിയതിന്റെ ഇത് ഫോട്ടോയും എടുത്തിട്ട് കാണിച്ചു, സിസ്റ്ററെ ഇതാ എനിക്ക് തിരിച്ചു കിട്ടിയെന്ന്. അതെനിക്ക് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് പോലും പറയാൻ പറ്റത്തില്ല. എന്റെ മക്കളോട് പോലും ഞാൻ ഇത് കളഞ്ഞു പോയെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇത് കെട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കളഞ്ഞു പോയത് തിരിച്ചു കിട്ടിയെന്ന്. ആമേൻ. നന്ദി കർത്താവ്. ഇന്ന് കർത്താവ് വലിയ കൃപയാണത്. നമ്മുടെ ഒരു നന്മയും നഷ്ടപ്പെടുത്തി പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇനിയും ഇത് ഉപയോഗിച്ചാണ് വിശ്വാസത്തെ ഇനി ഉപയോഗിച്ചാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണിത് പ്രവർത്തിക്കുന്നുള്ളത്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു സിസ്റ്ററെ. എന്തോ ബ്രദറെ, ഞാൻ നിൽക്കുന്ന വീട്ടിലെ കൊച്ച് 3 വയസ്സുള്ള കൊച്ച് അകത്ത് കയറി വാതിൽ കുറ്റിയിട്ട്, പക്ഷെ അവന് തുറക്കാൻ അറിയില്ല. അവൻ ഇതുവരെയും തുറന്നിട്ടില്ല. ആദ്യം ഇന്നാളെ ഇതുപോലെ വേറെ മുറി കയറി കുറ്റിയിട്ട് അതും ഇതുപോലെ പ്രാർത്ഥിച്ച് തുറന്നു. ഇന്നലെ എന്ത് ചെയ്യുന്ന ആദ്യമായിട്ട് അങ്ങനത്തെ അപ്പുറത്തെ മുറിയിൽ പോയി കുറ്റിയിട്ട് എന്ത് ചെയ്യുന്നോർത്ത് പെട്ടെന്ന് ആ കൊച്ചു എന്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈശോപ്പച്ചാൻ ദേവിയെ ഞാനും കൊടുക്കണേ കൊച്ചിനെ, വേഗം തുറക്കണേന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു 1 മിനിറ്റ് കൊണ്ട് അത്ഭുതമായ കൊച്ചു ആ വാതിൽ തുറന്നു. ബ്രദർ, അത് ഒരു വലിയൊരു അനുഗ്രഹം. എങ്ങാട് പോയി എന്ത് ചെയ്യുന്നറിയില്ല. നമ്മൾ 2-ാം നിലയില്ല. അപ്പൊ ഇത് തുറക്കാനും പുറത്തു പോകാനും ഒന്നും പറ്റൂല. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ പെട്ടെന്ന് ഇതായപ്പോ ഞാൻ പറഞ്ഞു, യേശുപ്പച്ചാ വേഗം തുറന്നു കൊടുക്കണേ കൊച്ചിനെ, ഞാനും കൊടുക്കണേന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അവൻ ആ വാതിൽ വേഗം പറഞ്ഞ രീതിക്ക് തുറന്നു. ബ്രദറെ, വലിയൊരു ഇതാ. നന്ദി കർത്താവ്. അങ്ങോടുത്ത ജ്ഞാനത്തിന് നന്ദി. ആ കുഞ്ഞ് പറഞ്ഞ പോലെ തന്നെ അവനത് അറിയത്തില്ല, പക്ഷെ ആ സമയത്ത് അത് ചെയ്തെടുക്കാനുള്ള ജ്ഞാനം. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ ഇടപെടും. കർത്താവ് ഇന്ന് ആ വിഷയത്തെ തൊട്ട് ആ കുഞ്ഞിന് മേൽ കൊടുത്തത് നന്ദി. അവൻ്റെ എല്ലാ സ്വഭാവത്തിലും വലിയൊരു വ്യത്യാസവും കൂടെ കൽപ്പിച്ച് പ്രാർത്ഥിച്ചോണം. ദൈവം അത് സാക്ഷ്യമാക്കിയല്ലോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹലോ, നമുക്ക് ഒരുമിച്ച് പറഞ്ഞു. ബ്രദറെ, ഇന്നാണെങ്കിൽ ഞാൻ ഓൺലൈൻ വഴി പരിചയപ്പെട്ട ഒരു കൊച്ചാണ്. ഞാൻ തുണി അവിടെ നിന്നാണ് എടുക്കുന്നത്. അപ്പൊ ഇന്ന് കൊല്ലത്ത് അവർക്ക് ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചെന്നപ്പം പുള്ളിക്കാരി അപ്പൊ തൊട്ട് പറഞ്ഞു തലവേദന എടുക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് എല്ലാരും കൂടെ കഴിക്കാനായിട്ട് ഇങ്ങനെ ഓട്ടോയിൽ പോയപ്പം വീണ്ടും അവള് പറഞ്ഞു തലവേദന എടുക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ ഞാൻ പറഞ്ഞുതരാം ഒരു കാര്യം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, നെറ്റിയിൽ കൈവയ്ക്കെന്ന് പറഞ്ഞു. കൈവച്ചിട്ട് ഞാൻ പറഞ്ഞു, എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം
ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഇത് പറയാൻ പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവള് പറഞ്ഞു എന്റെ തലവേദന പോയെന്ന് പറഞ്ഞു. ആമേൻ. നന്ദി കർത്താവ്. എന്ന് പ്രിയ സഹോദരി പറഞ്ഞു കേട്ടില്ലേ, കൂടെ വർക്ക് ചെയ്ത ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ ആ വ്യക്തിക്ക് അപ്പോൾ തന്നെ സൗഖ്യം ലഭിച്ചു. സിസ്റ്റർ, ഇനിയും ഇതുപോലെ വചനത്താൽ അനേകരുടെ ജീവിതത്തെ സൗഖ്യമാക്കുക, അനേകർക്കൊരു അത്ഭുതമായി തീരുക. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? എന്തോ ഇന്നലെ യൂട്യൂബിനകത്ത് ഒരു വചനം പറഞ്ഞതുപോലെ പിന്നെ കല്ലുവട്ടാങ്ക് വീടിന്റെ പിന്നിൽ കാണുന്ന ആ വീടിന്റെ ദൈവം അനുഗ്രഹിക്കും. എന്റെ വീടിന്റെ കൽവട്ട സിസ്റ്ററുടെ വീടിന്റെ അടയാളമായിരുന്നോ അന്ന് വെളിപ്പെട്ട പ്രാർത്ഥനയിൽ? അത് ഏറ്റെടുത്തു സിസ്റ്റർ. അത് വലിയൊരു സാക്ഷ്യം കർത്താവ് തുറക്കാൻ വേണ്ടി പോകട്ടോ. കർത്താവ് അത് അത്ഭുതമാക്കും, ദൈവം അത്ഭുതമാക്കും കേട്ടോ. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാൻ. ബ്രദറെ, ഇന്നലെ യൂട്യൂബിനകത്ത് പറഞ്ഞ് വികാസിനെ കർത്താവ് തൊടുന്നുണ്ട്, അവന്റെ കുടുംബജീവിതം വളരെ കഷ്ടത്തിലാണെന്നോണം പറഞ്ഞ് അത് യൂട്യൂബിലായിരുന്നു. അപ്പൊ അത് ഏറ്റു പറയാൻ പറ്റിയില്ലല്ലോ. ഏറ്റെടുത്തിരിക്കുന്നു. അവനെ അത്ഭുതമാക്കി ദൈവം മാറ്റും കേട്ടോ. ആമേൻ, ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? നിങ്ങൾ പറഞ്ഞു പറഞ്ഞു കേൾക്കുന്നില്ല സ്ട്രെസ്, മുറിഞ്ഞു പോണു, ബ്രേക്ക് ആവുന്നുണ്ട് സൗണ്ട്. സിസ്റ്റർ റേഞ്ച് കട്ടാകുന്നുണ്ട് സിസ്റ്റർ. എനിക്ക് കട്ടായി പോവാ, മുറിഞ്ഞു പോവാ, നെറ്റ്വർക്ക് കട്ടായി പോവാ. പറഞ്ഞു സിസ്റ്റർ, നെറ്റ്വർക്ക് കട്ടായി പോകുന്നുണ്ടേ. ഇല്ല സിസ്റ്റർ, കേൾക്കുന്നുണ്ട്, പക്ഷെ ഇതായിപ്പോ ബ്രേക്ക് ആയിപ്പോ, സൗണ്ട് ബ്രേക്ക് ആവുന്നു. സിസ്റ്റർ ഹെഡ്സെറ്റ് ഒന്ന് ഒരുക്കിയേ. ഇല്ല, എന്നാ പിന്നെ അതിന്റെ ആയിരിക്കത്തില്ല, നെറ്റ്വർക്കിന്റെ തന്നെ ആയിരിക്കും. ചിലപ്പോൾ ഹെഡ്സെറ്റ് അങ്ങനെ വെക്കുമ്പോൾ പറഞ്ഞു. കർത്താവിന്റെ അടിപ്പിക്ക് സൗഖ്യം. പറഞ്ഞു സിസ്റ്റർ, കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഒരു പേപ്പർ കൊടുക്കണമായിരുന്നു, വിവാഹ സർട്ടിഫിക്കറ്റിന്റെ. അന്നേരം അത് ഈ കഴിഞ്ഞ 1-ാം തീയതി ആയിരുന്നു. അത് ഞാൻ അക്ഷയയിൽ കൊണ്ടുവന്ന് കൊടുത്തു. അന്നേരം അവർക്ക് പെട്ടെന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു. 1-ാം തീയതി കൊണ്ട് കൊടുക്കുമ്പോൾ 16-ാം തീയതി ഡേറ്റ് ഇട്ടായിരുന്നു ഞങ്ങൾക്ക് പറഞ്ഞത്. പക്ഷെ ഞാൻ യേശുപ്പത്തിനോട് പറഞ്ഞു, പെട്ടെന്ന് കൊടുക്കേണ്ട ഒരു പേപ്പറാണത്, എനിക്ക് പെട്ടെന്ന് ശരിയാക്കി തരണമെന്ന് പറഞ്ഞു. അത് 1-ാം തീയതി കൊടുത്ത് 2-ാം തീയതി തന്നെ ശരിയാക്കി. തിങ്കളാഴ്ച രാവിലെ ചെന്നപ്പോഴത്തേന് അത് ശരിയാക്കി കിട്ടിയത് സാക്ഷ്യത്തെ പറയുന്നത്. 16-ാം തീയതി ഡേറ്റ് തന്നതാ, പക്ഷെ എത്ര ദിവസം കൊണ്ട് പേപ്പർ എനിക്ക് റെഡിയാക്കി അക്ഷയം തന്നു. ഞങ്ങളത് ഒത്തിരി കൊടുക്കാനിടയായി സാക്ഷിയോട് പറയുന്നു. വിശ്വാസത്തെ ഉപയോഗിച്ചോണം. ഞാൻ പറഞ്ഞ കുറച്ച് കാര്യം കട്ടായി പോയി കേട്ടോ. ദൈവം ഇനിയും സാക്ഷ്യവാക്കും. പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആ പേപ്പർ കിട്ടാൻ സാധ്യതയില്ലായിരുന്നു, പക്ഷെ വിശ്വസിച്ചു, തക്ക സമയത്ത് തന്നെ അത് ഒരുങ്ങി വന്നു. ഗോഡ് ബ്ലസ് യു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? എന്തോ? ഹലോ, ഇത് സാക്ഷ്യമല്ല ബ്രദർ. 2 ദിവസം മുമ്പേ എടുത്തൊരു ക്ലാസ്സിൽ സംശയം ചോദിക്കുന്നതാണേ ബ്രദറെ. ബ്രദർ പറഞ്ഞില്ലേ വചനം പറഞ്ഞിരുന്നവരെ പേര് പറയാൻ പാടില്ല എന്ന് ബ്രദർ എന്ന് പറഞ്ഞില്ലേ? അത് ഞാൻ സ്ഥിരമായിട്ട് ബ്രദർ, എൻ്റെ മോൻ്റെ പ്രായത്തിലുള്ള മക്കളായിരുന്നു വചനം പറയാൻ വന്നിരുന്നത്. അവർ എൻ്റെ വീട്ടിലാണ് വന്ന് താമസിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അവരെ ഞാൻ സ്ഥിരമായിട്ട് പേരായിരുന്നു ബ്രദറെ വിളിച്ചോണ്ടിരുന്നത്. തെറ്റാണെന്ന് എനിക്ക് ബ്രദറെന്ന് ക്ലാസ് എടുത്തപ്പോഴാണ് മനസ്സിലായത്.
ആ ഒരു കാര്യവും പിന്നെ പിന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ചർച്ചിലുള്ളത് ബ്രദർ പാസ്റ്റർ ഇങ്ങനെ പറയുമ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങൾ അവിടെ കടന്നു ചെല്ലുമ്പോൾ അതുവരെ പറഞ്ഞ വചനമല്ല ഞങ്ങളെ പറ്റി ആണ് ബ്രദർ പിന്നെ പാസ്റ്റർ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം അതുവരെ പറഞ്ഞത് ഞങ്ങൾ 2 ചർച്ചിൽ പോയിക്കൊണ്ടിരുന്ന. അപ്പോൾ ഒരു ചർച്ച് രാവിലെ ഒരു ചർച്ചിൽ വൈകുന്നേരം മറ്റു ചർച്ചിലും പോകുമായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ആ ചർച്ചിലേക്ക് ചെല്ലുമ്പോൾ അത്ര വരെ ബ്രദർ പറഞ്ഞുകൊണ്ടിരുന്ന വചനം മാറ്റി വെച്ചിട്ട് ബ്രദർ പറഞ്ഞു വഴിതെറ്റിപ്പോയ കുഞ്ഞാടാണ് ഞങ്ങളെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതിൽ താമസിച്ച് കുറേ പ്രാവശ്യം ബൈബിൾ വായിക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞത് ഞങ്ങൾ പിന്നെ ആ ചർച്ചിൽ പോവാതെയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ആ പാസ്റ്റർക്ക് ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി. ഞങ്ങൾ പിന്നെ ആ ചർച്ചിലേക്ക് പോയില്ല ബ്രദർ. പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ ഞങ്ങൾ പിന്നെ മോൻ്റെ കൂടെ ബാംഗ്ലൂരായിരുന്നപ്പോൾ ബാംഗ്ലൂരിൽ ഞങ്ങൾ മോൻ്റെ കൂടെ താമസിക്കുമ്പോൾ അവിടെ ഞങ്ങൾ വന്ന് ചർച്ചിൽ ആ പാസ്റ്ററും ഇതുപോലെ തന്നെ മോനോട് പറഞ്ഞു അമ്മേനെയും മങ്ങളെയും കൊണ്ടുവന്ന് നീ കൂട്ടിക്കൊണ്ടുവരാൻ പാടില്ല, ഒരുമിച്ച് കൂട്ടിക്കാൻ പാടില്ല. കാരണം എനിക്ക് ഭർത്താവില്ല, പിന്നെ എൻ്റെ മോൻ മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് വേറെ താമസിക്കാൻ അതുകൊണ്ട് ഞങ്ങൾ കൂട്ടിയിട്ട് പോയത്. ആ പറഞ്ഞപ്പോൾ ആ ബ്രദർ ആ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ പാസ്റ്ററോട് എനിക്ക് ഉള്ളിൽ കൊണ്ട് ഭയങ്കര വെറുപ്പ് വന്നു ബ്രദർ. വന്നതിന് ശേഷം ഞാനിപ്പോൾ ബ്രദറിൻ്റെ ഇതിൽ പങ്കെടുക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ പങ്കെടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ബ്രദറെ ഞാൻ എപ്പോഴെങ്കിലും പാസ്റ്റർ കാണുവാണെങ്കിൽ ഞാൻ പാസ്റ്ററോട് ചോദിക്കും അങ്ങനെ നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ മോനോട് പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരു എൻ്റെ ഉള്ളിലൊരു വെറുപ്പുണ്ടായിരുന്നു ബ്രദർ. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ ബ്രദറിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് അന്ന് എനിക്ക് മനസ്സിലായി അന്ന് ബ്രദർ പറഞ്ഞതല്ല എനിക്ക് വേണ്ടിയായിരുന്നു എന്ന്. കാരണം ഈ 2 പാസ്റ്റർമാരോടും എനിക്ക് ഉള്ളിൽ വെറുപ്പ്. കാരണം 2 തരത്തിലാണെങ്കിൽ പോലും എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഞാനും എൻ്റെ മോളും കൂടിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അത്ര വരെ പറഞ്ഞ വചനം മാറ്റി പറഞ്ഞതും. അപ്പം ഞാൻ എന്നിട്ട് ബ്രദർ അപ്പം അവരെ പിന്നെ ബ്രദർ ആ പാസ്റ്ററിന്റെ മേലെ അവർ പറഞ്ഞിട്ട് ഞാൻ ചർച്ചിൽ വരലില്ല എന്ന് പറഞ്ഞിട്ട് പാസ്റ്റർ എന്നെ വിളിച്ചപ്പോൾ പാസ്റ്റർ എന്നോട് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിനി വരില്ല, ഞാൻ വഴിതെറ്റിപ്പോയ കുഞ്ഞാട് എന്ന് നിങ്ങൾ പറഞ്ഞത്. ഞാൻ ആ പാസ്റ്ററോടും പറഞ്ഞു പാസ്റ്ററെ ഞാൻ വഴിതെറ്റിപ്പോയ കുഞ്ഞാട് സിസ്റ്ററെ ദൈവസന്നിധിയിൽ ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ, ഇന്ന് നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞു ദൈവദാസന്മാരാണെങ്കിൽ നമ്മൾ പറയാൻ പാടില്ലാത്ത വാക്കുകളും പ്രവർത്തികളുണ്ട്. ഞാൻ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞത് വാക്കിലും നടപ്പിലും വിശ്വാസിയും ദൈവദാസനും പാലിക്കണം. ഇനി ആ വ്യക്തി നമ്മളെ അങ്ങനെ പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് ആ പരിഹസിച്ച വ്യക്തി തന്നെ കർത്താവേ ഞാൻ ആ വ്യക്തിയോട് എനിക്ക് ഒരു കയ്പുമില്ല, ഞാൻ എന്നോട് ക്ഷമിക്കണം, എൻ്റെ മനസ്സിൽ എവിടെയെങ്കിലും കയ്പുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇന്ന് നമ്മളെ പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ കൊണ്ട് തന്നെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുവാനും ദൂത് പറയാനും ഉപയോഗിക്കും. അതുകൊണ്ട് നമ്മളെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുക. നമ്മൾ ആരോടും യുദ്ധമില്ല, ആരോടും നമുക്ക് പരാജയമില്ല. കർത്താവിൻ്റെ നാമത്തിൽ കയ്പ് വെച്ചുകൊണ്ടിരിക്കേണ്ട, അത് കളയുക. നമുക്ക് കയ്പ് തന്ന വ്യക്തികളെയൊക്കെ ദൈവം നമുക്ക് അനുകൂലമാക്കും. എല്ലാവരെയും ദൈവം സാക്ഷിയായിട്ട് മതി കേട്ടോ. ഗോഡ് ബ്ലെസ് യു. നമ്മൾ ആരോടും വേണ്ട. ഇപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മളിപ്പം ഇനി എന്നെപ്പറ്റി ആരെങ്കിലും നിങ്ങൾക്കെതിരെ പറഞ്ഞാലും നിങ്ങളത് ഒരു ചെവി കേട്ട് മറു ചെവിയുടെ കളയുക. നമ്മൾ യുദ്ധം ചെയ്യാൻ വേണ്ടി പോകണ്ട. കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് ഒത്തിരി ആത്മാക്കളെ നേടാൻ വേണ്ടിയുണ്ട്. നമുക്ക് അനുഗ്രഹം കാണേണ്ടതിന് ഒത്തിരിയുണ്ട്. അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാം. ജസ്റ്റ് ഇനി അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല, സുവിശേഷം പറയാൻ വരുന്ന വ്യക്തിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. പക്ഷെ അവരുടെ വാക്കിലും നടപ്പിലും വിശ്വാസത്തിലും സ്നേഹത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. അത് ചെയ്യണം, ആ റെസ്പെക്റ്റ് കൊടുക്കണം. അത് മാത്രമല്ല അവർക്കെതിരെ നമ്മൾ പറയുമ്പോൾ സൂക്ഷിക്കണം. 2, അവർ നമുക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോട് പറയുക, കർത്താവേ ഈ വ്യക്തി ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ദൈവം ആ വ്യക്തിയിലൂടെ തന്നെ കർത്താവേ എന്നെ കർത്താവ് മനസ്സിലാക്കി കൊടുക്കുവാൻ ദൈവം ഇടയാക്കണം. ദൈവത്തോട് പറഞ്ഞാൽ ദൈവം അത് കറക്റ്റായിട്ട് ചെയ്യും. നമ്മുടെ കൈപ്പങ്കെടുത്ത് മാറ്റിയാൽ മതി. ഗോഡ് ബ്ലെസ് യു. ഞാൻ തൽക്കാലം നമ്മുടെ പ്രാർത്ഥനകളെ ഇന്ന് നിർത്തുന്നു. നാളെ നമ്മുടെ പ്രാർത്ഥന യൂട്യൂബിലാണ്. നമുക്ക് പിന്നെയും കാണാം. വലിയ പ്രവർത്തികളാൽ കർത്താവ് നിറയ്ക്കും.
സാക്ഷ്യം മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് ബാക്കി സാക്ഷ്യങ്ങൾ കേൾക്കാം. ഇനി ഇതൊക്കെ മ്യൂട്ട് മാറ്റാൻ പറ്റാത്ത അവസ്ഥകളാണ്. നിങ്ങൾ വോയിസ് റെക്കോർഡായിട്ട് സാക്ഷ്യം അയക്കുന്നവർ ശ്രദ്ധിക്കണേ. നിങ്ങളുടെ പേരും സ്ഥലവും കൂടെ പറയാൻ നല്ലതാണ്. കാര്യം പല സാക്ഷ്യത്തിനും വാലും തലയും ഇല്ലാതെ പോലെ വരുന്നത്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഒരു സാക്ഷ്യം കേൾക്കുമ്പം ആ കേൾക്കുന്ന വ്യക്തി ഇനി യേശുവിനെ അറിയാത്തവനാണെങ്കിൽ പോലും അവൻ്റെ ഉള്ളത്തിൽ ആ വിശ്വാസം പതിയേണ്ടതിന് നിങ്ങളുടെ സാക്ഷ്യം വളരെ വിലപ്പെട്ടതാണ്. ഗോഡ് ബ്ലെസ് യു സഹോദരങ്ങളെ. നമുക്ക് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. കർത്താവിൻ്റെ സ്നേഹത്തിനും കൃപയ്ക്കും എല്ലാം നന്ദി പറയുന്നു. നന്ദിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. എന്തോ ഇല്ല, പെട്ടെന്ന് പറഞ്ഞു സിസ്റ്റർ. അല്ല, അവർക്ക് ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ടാണ് സിസ്റ്റർ അങ്ങനെ ചെയ്തത്. ഹോസ്പിറ്റൽ കേസ് ആണെങ്കിൽ ചിലപ്പോൾ തിരിച്ചു തരാൻ കഴിയാത്തതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ പറ്റിച്ചായിരിക്കത്തില്ല, അവർക്ക് സാഹചര്യം ഇല്ലാത്തതിൻ്റെ ആയിരിക്കാം. പക്ഷേ നമ്മൾ കർത്താവിൻ്റെ നാമം പ്രതി ചെയ്തതുകൊണ്ട് ഇനി ആ വ്യക്തിക്ക് തിരിച്ചു തരാൻ കഴിവില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം അത് തരും കേട്ടോ. ആ വ്യക്തി ചിലപ്പം തിരിച്ചു തരാൻ കഴിവില്ലാത്തതുകൊണ്ടായിരിക്കാം. കളി ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമ്മൾ ആളുകളെ സഹായിക്കുക, അതിൽ തെറ്റൊന്നുമില്ല. ഒരാളൊരു വിഷയം വന്നാൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കുക. പക്ഷേ നമ്മളുടെ സാമ്പത്തികം കൊടുക്കുമ്പോൾ ദൈവസന്നിധിയിൽ കർത്താവേ, എല്ലാ കൊടുക്കൽ വാങ്ങലുകളും ദൈവികമല്ല. കൊടുക്കരുതെന്ന് ഞാൻ പറയുന്നില്ല, കൊടുക്കണം, നമ്മൾ വാരി വിതറി കൊടുക്കണം. പക്ഷേ നമ്മുടെ സാമ്പത്തികം നമ്മൾ മനഃപൂർവ്വമായിട്ട് കുരുക്കളി ചാടണം. അതുകൊണ്ട് നിങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് അങ്ങനെയുള്ളപ്പം പ്രാർത്ഥിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഉപയോഗിക്കുക. ഇനി ആ വ്യക്തിക്ക് ചിലപ്പോൾ തിരിച്ചു തരാൻ കഴിവില്ലായിരിക്കും, ചിലപ്പോൾ ദൈവദാസനെ പറ്റിയില്ലായിരിക്കാം. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് നമുക്കത് തരിക തന്നെ. നമ്മൾ ദൈവനാമം പ്രതി കൊടുത്തതുകൊണ്ട് ദൈവം ആ കാര്യത്തിൽ നമുക്ക് നന്മയാക്കും. പക്ഷേ വീണ്ടും ഞാൻ പറയുന്നു, എല്ലാ കൊടുക്കൽ വാങ്ങലുകളും വളരെ ശ്രദ്ധിക്കണമേ. സാമ്പത്തിക കുരുക്കളിലേക്ക് പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയ പ്രവൃത്തിയാൽ സ്വർഗം നിറയ്ക്കുന്നല്ലോ. കർത്താവ് എല്ലാ മേഖലയിലും സാക്ഷ്യമായി തീരട്ടെ. നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. നന്ദിയോടെ നമുക്ക് ദൈവത്തെ വാഴ്ത്താം. ഓരോ ദിവസവും കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കുന്നല്ലോ. പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാത്തിലും സാക്ഷ്യമാക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നു. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ വാഴ്ത്താം. നമുക്ക് നന്ദിയോടെ ദൈവത്തെ വാഴ്ത്താം. കർത്താവ് നമ്മുടെ കൂടെയുണ്ടല്ലോ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. ഈ നിമിഷം തന്നെ നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം.